narrow sense, in the sense that, so for example, I'm saying I am learning quantum mechanics. So quantum mechanics is core subject which we consciously read, analyze, and understand. So most of the learning of any subject, for example, you are studying European literature, you are studying cultural theory, you are even doing this ELT paper now. As I said, though not many seem to be interested in ELT, the attendance is rather low. But ELT, maybe because you see ELT in the examination point of view, if you study the learning material, you can easily get good marks for the exam. But again, ELT is not only meant for your exam. It is meant for you, those of you who plan to become teachers. Well, that's another matter. It's totally up to the learners what they want and what they should do. As I was saying, studying ELT is a conscious process. So it is, you say it is learning. I'm learning, you connect things and consciously done. But learning a language is not conscious. Learning the language rules can be conscious. വളരെ കോൺഷ്യസ് ആയിട്ടായിരിക്കും നമ്മൾ ഇംഗ്ലീഷിലെ ഗ്രാമർ പഠിക്കണം. അത് അൺകോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ് അല്ല, അക്വയറി അല്ല ചെയ്യുന്നത്. നമ്മൾ അതായത് വെൻ യു സ്റ്റഡി ഗ്രാമർ paper, you have suppose you have a grammar paper, well in PG you don't have it, where you look at the parts of speech, the conversion of sentences, etc. It's all very conscious. So ഇവിടെ have ഉണ്ടെങ്കിൽ ing വേണം, അല്ലെങ്കിൽ been വേണം എന്നൊക്കെ ഉള്ള കോൺഷ്യസ് ആയിട്ടുള്ള നോളജ് അപ്ലൈ, and you get good marks. That's a different thing. അത് ഒരു തരം, അതിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് ഈ കോണ്ടെക്സ്റ്റിൽ പറയുന്നത്. സാധാരണ എല്ലാത്തിനെയും ലേണിംഗ് എന്ന് നമ്മൾ പറയുമെങ്കിൽ ചില അഭിരുചികൾ യു അക്വയർ, യു ഡോണ്ട് ലേൺ. ഫോർ എക്സാമ്പിൾ ന്യൂ ഫുഡ് വിച്ച് ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലെ ചക്ക എന്ന് പറയുന്ന പഴം, അത് പരിചയമില്ലാത്ത ആൾക്കാർക്ക് അത് ഒരു നോസിയേറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് തോന്നുന്ന വരിക്ക ചക്കയുടെ സുഗന്ധം, to a person who is not exposed to that, he might find it very obnoxious. അപ്പൊ നമ്മൾക്ക് എന്തുകൊണ്ടത് അങ്ങനെ തോന്നാത്ത? ഇപ്പം നമ്മുടെ എന്താണ് ഇന്തോനേഷ്യ അല്ലെങ്കിൽ മലേഷ്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ധാരാളം കാണപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് ഡൂറിയാൻ. Durian fruit is considered a delicacy, but it has a powerful smell. നമ്മൾക്ക് ശീലമില്ലാത്ത ആൾക്കാർക്ക് അത് വളരെ ഒരു വൃത്തികെട്ട ഗന്ധമായിട്ട് തോന്നും, ഭക്ഷണമായിട്ട് നമുക്ക് തോന്നില്ല. അതിന്റെ ടേസ്റ്റ് നമ്മൾ അക്വയർ ചെയ്യണം, അത് പഠിക്കുന്നതല്ല. ഈ അക്വയർ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് നമ്മൾ പഠിക്കുമായിരിക്കും. ഹൗ ടു ഈറ്റ് ഇറ്റ്, you open it and it's like actually durian is also like a jackfruit. വലിയ 2-3 ചുളകളാണ് അതിനകത്ത് ഉണ്ടാവുക, വളരെ വലിയ വിത്ത് ഉണ്ടാവും. It's like butter like fruit. Many of you might have tried it, I do not know, but it has a very sharp pungent smell. അവിടുത്തെ ഇത് ധാരാളം ഉള്ള സ്ഥലങ്ങളിൽ inside the train you will find a board, no pets, no smoking, no durian. If you eat durian inside a closed, air-conditioned cabin, the smell will linger. നമ്മുടെ വരിക്ക ചക്കയ്ക്ക് അത് തന്നെ സംഭവിക്കും. So the taste of fruit like jackfruit or a durian is acquired. നമ്മുടെ ഹാംലെറ്റില് we talk about caviar to the multitude എന്ന മറ്റൊരു പ്രയോഗമുണ്ട്. caviar എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് an expensive, വെരി ഡെലിക്കേറ്റ് ഫുഡ്. അതൊരു പ്രത്യേകതരം മത്സ്യത്തിന്റെ മുട്ടയാണ്. സ്റ്റർജൻ എന്ന് പറയുന്ന ഒരു മീനിന്റെ മുട്ടയാണ് കാവിയർ. കാവിയർ ഈസ് മേ നോട്ട് ബി റിലിഷ്ഡ് ബൈ പീപ്പിൾ. അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡാണ്. അതിന്റെ ടേസ്റ്റ് നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. ആദ്യം ഒന്നും അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് അത് സാധാരണക്കാരന് കാവിയർ പോലെ though it's an expensive, valuable thing, and a person who is not exposed to it may not know its value after that. ഇവിടെ ഇതെല്ലാം അഭിരുചികൾ ഒക്കെ നമ്മൾ ലേൺ ചെയ്യല്ല ചെയ്യുന്നത്, നമ്മളതിനെ സ്വാംശീകരിക്കലോ അല്ല. അപ്പൊ അതിനാണ് ഈ
അക്വയർ ചെയ്യുക എന്ന് പറയുന്നത്. അക്വയറിംഗ് ദ തിങ് ദാറ്റ് ഹാപ്പൻസ് ഗ്രാജുവലി ആൻഡ് റാദർ അൺകോൺഷ്യസ്. നമ്മുടെ ഈ ഡൂറിയാൻ എന്നുള്ള ഫ്രൂട്ട്, ഇഫ് യു കോൺസ്റ്റന്റ്ലി ഹാവ് ഇറ്റ്, നാച്ചുറലി യു വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്. സെയിം വിത്ത് മെനി അതർ തിങ്സ് ഇൻ ലൈഫ്. ആദ്യം നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഗ്രാജുവലി യു ഗെറ്റ് യൂസ് ടു ഇറ്റ് ആൻഡ് യു, അത് നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മളതുമായിട്ട് യോജിച്ച് വരുന്നു. അതൊരു അക്വയറിംഗ് പ്രോസസ്സാണ്. Language learning is also like that. It's unconscious. It is acquired without our conscious effort all the time. നമ്മൾ അതിനുള്ളൊരു വില്ലിങ്നെസ്സോ ഒരു സാഹചര്യമോ ഉണ്ടായിരുന്നു നമ്മൾ. So as I was saying, I don't know if it was to you, that though in my mind I want to learn a language like Marathi പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് വെച്ചു. മറാഠി പഠിക്കണമെന്നുള്ള ആഗ്രഹവുമായി ഞാനിങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് ബട്ട് ദെൻ ഐ ഡോണ്ട്. I say, okay, tomorrow I'll start. ഞാൻ മറാഠി പഠിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ച് സൂക്ഷിക്കുന്നു, but nothing happened. But then suddenly I find myself in Maharashtra somewhere. അവിടെ ഇങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു കാരണം സാഹചര്യവശാലൂടെ പോകുന്നു. And I have to live there for a month or two. And I don't have contact with anybody else. 2 മാസം കൊണ്ട് ഞാൻ അത്യാവശ്യമുള്ള മറാഠിയൊക്കെ പഠിച്ചിട്ട് വരും. അത് ആ എൻവയറമെന്റിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്തെടുക്കും. ബിക്കോസ് ഓഫ് മൈ കമ്പൾഷൻ. അത് രാവിലെ മുതൽ അത് പഠിക്കലല്ല, ഒരു പുസ്തകം എടുത്ത് വെച്ചിട്ട് കാണാതെ പഠിക്കലോ ഒന്നുമല്ല. അത് പാർട്ട്ലി കോൺഷ്യസ് ആയിട്ടുണ്ട്, തീർച്ചയായിട്ടും. പാർട്ട്ലി ഒരു കോൺഷ്യസ് എഫേർട്ട് ഉണ്ടാകും, ബട്ട് ലാർജ്ലി ഇറ്റ് ഈസ് അൺകോൺഷ്യസ്. ഇറ്റ് ഈസ് ത്രൂ ആക്ച്വൽ യൂസ് ആൻഡ് ഓൾ ദാറ്റ്. അതൊരു അൺകോൺഷ്യസ് പ്രോസസ് ആണ്. അപ്പൊ ഇത് ഇത്രയും വിശദമായിട്ട് ഞാൻ പറയാൻ കാരണം, there is a lot, you might be asked questions, you might also be thinking of this, whether language is learned or acquired. അപ്പൊ ലാംഗ്വേജ് ലേൺഡ് ആണെന്നുള്ള ധാരണയിലാണ് നമ്മളൊക്കെ ഈ ഗ്രാമർ ഒക്കെ പഠിപ്പിക്കുന്നത്. ഇൻ സ്കൂൾസ് വി ട്രഡീഷണലി, അറ്റ്ലീസ്റ്റ്, I don't know if there must be a lot of changes now. Traditionally a lot of grammar was taught. ഇപ്പൊ ഈ പല സ്ഥലങ്ങളിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ പോകുന്ന ആൾക്കാരെ ആദ്യത്തെ 2-3 മാസം ഇന്റൻസ് ആയിട്ട് ഗ്രാമർ പഠിപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയെന്ന് എനിക്കറിയില്ല. അത് ഗ്രാമർ ലേണിംഗ് is a conscious process. It is like learning arithmetic. Okay, കോൺഷ്യസ് ആയിട്ടുള്ള ലേണിംഗ് ആണ്. അരിത്മെറ്റിക്കിലും കുറെ അൺകോൺഷ്യസ് പ്രോസസ്സസ് ഉണ്ട്. ബട്ട് ഇങ്ങനെ ഈ ഗ്രാമർ പഠിച്ചിട്ട് നമുക്ക് ഭാഷ ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. സോ ഈവൻ ഇഫ് യു വെരി തറോ വിത്ത് ഇംഗ്ലീഷ് ഗ്രാമർ, പഴയ നമ്മുടെ ഇംഗ്ലീഷ് വലിയ പണ്ഡിതന്മാരൊക്കെ ഭംഗിയായിട്ട് ഇംഗ്ലീഷിൽ ഉള്ള ഗ്രാമർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യും. ബട്ട് ദേ മേ നോട്ട് ബി ഏബിൾ ടു യൂസ് ദാറ്റ് ലാംഗ്വേജ്. ആക്ച്വലായിട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അതിനകത്ത് അത് അവർ പരിശീലിച്ചിട്ടില്ല. അപ്പൊ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് ഗ്രാമർ ലേണിംഗ് അല്ല. അങ്ങനെ വരുമ്പോൾ ഈ ലേണിംഗ് എന്ന് പറയുമ്പോൾ അതൊരു കോൺഷ്യസ് പ്രോസസ്സാണ്, വളരെ ബോധത്തോടെ ഇരുന്ന് പഠിക്കലാണ്. പക്ഷെ അക്വയറിംഗ് ആണ് വാസ്തവത്തിൽ നടക്കുന്നത്. ഈ വ്യത്യാസം നമ്മൾ അറിയണം. അപ്പൊ അതിനെക്കുറിച്ച് വളരെ the person who talked at length about it is a gentleman named Stephen Krashen. Stephen Krashen, STEPHEN KRASH. Stephen Krashen is still there. He has a website. If you Google search Stephen Krashen, you can go to his website, and a lot of information is available in his website. So Krashen is a very important person in the late 20th century and 21st century in language learning. ഇപ്പോഴത്തെ അദ്ദേഹത്തെ ജീവിച്ചിരിക്കുന്ന ELTയിലെ ഒരു ആചാര്യനായിട്ടൊക്കെ നമ്മൾ കാണും, സ്റ്റീഫൻ ക്രാഷൻ. അദ്ദേഹം ആണ് ഈ ഡിസ്റ്റിങ്ഷൻ വളരെ ശക്തമായിട്ട് പറഞ്ഞത്. In the 1970s, he was much younger at that time, and he drew this distinction between language acquisition and language learning. I hope you have got the idea about the difference between acquisition and learning. For example, learning refers to conscious efforts at learning rules. It creates a kind of knowledge system. അപ്പൊ ലാംഗ്വേജ് ഇസ് നോട്ട് എ നോളജ് സിസ്റ്റം. ലാംഗ്വേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിനകത്തൊരു ഡേറ്റാബേസ് ഉണ്ട്, നോളജ് സിസ്റ്റം ഉണ്ട് അടിസ്ഥാനപരമായിട്ട്. അത് അൺകോൺഷ്യസിൽ ബിൽഡ് ചെയ്യുന്നതാണ്. അത് ബിൽഡ് ചെയ്ത് അതിന്റെ പുറത്തുനിന്ന് ആണ് നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പം എല്ലാ ആൾക്കാരും, എന്റെ വളരെയധികം ആൾക്കാർ ഹു ഹാവ് കൈൻഡ് ഓഫ് കംപ്ലീറ്റഡ് BA in English or പിറ്റേന്ന് മുതൽ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചു തരാം എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണുന്നുണ്ട്.
തകരാറൊന്നുമില്ല, അതെല്ലാം നല്ലത് തന്നെയാണ്. പ്രാക്ടീസിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഫണി തിങ് is, and we often hear people pass very what shall we say, authoritative comments about how language is learned. ഭാഷ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കുറിച്ചൊക്കെ ആൾക്കാർ ആധികാരികമായിട്ട് പറയുന്നത് കേൾക്കാം. പക്ഷെ വാസ്തവത്തിൽ among linguists, among people who very seriously think about how language works, there is no unanimity in the opinion. People still do not know how language is learned. ഭാഷ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്, വാസ്തവത്തിൽ എങ്ങനെയാണ് ഭാഷ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും ഇന്നും വളരെ വ്യക്തത ഇല്ല എന്നുള്ളതാണ് സത്യം. among linguists who do research on these things, there is no definite definite notion about how language is acquired. അപ്പൊ അതുകൊണ്ട് അതൊരു ഹൈലി ഒരു ഡെലിക്കേറ്റ് ഏരിയ ആണ്. അപ്പൊ നമ്മളിപ്പോഴും നമുക്ക് ELT ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 100% അതോറിറ്റേറ്റീവായിട്ട് നമുക്കൊക്കെ പറയാൻ വളരെ പാടാണ്. പല കാര്യം കുറേയധികം കാര്യങ്ങൾ നമുക്ക് പറയാം, ബട്ട് സ്റ്റിൽ വി ഡു നോട്ട് നോ. അങ്ങനെ അറിയണമെന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ബിക്കോസ് ആസ് വി നോ, അൺകോൺഷ്യസ് പ്രോസസ്സസ് ആണ്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കൂലങ്കഷമായ പരിജ്ഞാനം കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഇനി നേടാനില്ല. ബട്ട് we know a considerable lot more on how language is learned, how language can be learned എന്നുള്ളതൊക്കെ കഴിഞ്ഞ ഒരു 30 വർഷങ്ങളിൽ അല്ലെങ്കിൽ 40 വർഷങ്ങളിൽ മുമ്പത്തേനേക്കാൾ എത്രയോ അധികം നോളജ് നമുക്ക് ഉണ്ട്. വളരെ എമേർജിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സിന്റെ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് അഥവാ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്ന മേഖല. So here we are looking at this thing called second language acquisition. It's not only English, but English in the context ആണ് നമ്മൾ പറയുന്നുള്ളൂ. Any second language. A learner, for example, learner who's taught to add S to third person singular subjects. Yeah, നമ്മൾ ഈ തിയറി വെച്ചൊക്കെ he reads, sun rises, etc. എന്നൊക്കെ പഠിപ്പിക്കുന്ന അയാൾ തത്തമ്മ പൂച്ച പോലെ പറയും. നല്ലതാണ് ഇൻ എ വേ, കാരണം ആ നോളജ് കോൺഷ്യസ് ഉണ്ടായിരിക്കണം, നല്ലതാണ്, തെറ്റൊന്നുമില്ല. ബ്രെയിനിന് നല്ല എക്സസൈസ് ആണ്. പക്ഷെ അത് ആക്ച്വലായിട്ട് സംസാരിക്കുമ്പോൾ അത് വരണമെന്നില്ല. Acquisition എന്ന് പറയുന്നത്, according to Krashen, you acquire a language when you have sufficient input. It sounds very simple, പക്ഷെ അദ്ദേഹം പറയുന്നവർ ആരും സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. Well, I often think of how I learned English. I learned English because in school I used to read a lot of English. School I was not a good student. I was good student in the sense I did not do anything that my teachers wanted me to do or my parents wanted me to do. Instead, അതൊരു നിഷേധം കൊണ്ടല്ല, എന്തുകൊണ്ടോ പറ്റിയില്ല. What I was doing was I was unhappy that I wasn't performing, so I used to read a lot of books. കഥപുസ്തകങ്ങൾ വായിച്ച് അതിൽ എന്റെ ദുഃഖം മുഴുവൻ ഇങ്ങനെ മുക്കിക്കളയാം. നന്നായിട്ട് പഠിക്കുന്നില്ലല്ലോ, മാർക്ക് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ദുഃഖം കഥപുസ്തകങ്ങൾ വായിച്ച് തീർത്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ പരീക്ഷയ്ക്ക് പിന്നെയും മാർക്ക് കുറയും. അപ്പൊ ആ ദുഃഖം മറക്കാൻ പിന്നെയും പുസ്തകങ്ങൾ വായിക്കും. അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു ഉള്ളത്. ഞാൻ പറഞ്ഞത് 7ാം ക്ലാസ് 8ാം ക്ലാസ്സിന്റെ കാര്യമാണ്. 9ാം ക്ലാസ് 10ഉം വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പ് മാത്രമാണ് ജീവിതത്തിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചാണ്. അതിന് വേറൊരു കഥയുണ്ട്, പക്ഷെ വി വോണ്ട് സേ ദാറ്റ് നൗ. അപ്പോ മൈ എക്സ്പീരിയൻസ്, ഐ ലേൺഡ് ഇംഗ്ലീഷ് because I was reading a lot of books. How did I read a lot of books? രണ്ടോന്ന് മുഖാന്തരങ്ങളുണ്ട്. One was that my father put me in the public library when I was 11 years old. പബ്ലിക് ലൈബ്രറിയിൽ എനിക്ക് അന്ന് നടന്നു പോകാൻ വേണമെങ്കിൽ, ബട്ട് എന്റെ വീട്ടിൽ നിന്ന് 3.5 കിലോമീറ്റർ, ബട്ട് buses also were there. So I used to go there. Then I was in a school where there was English, reading English books was considered fashionable, though not many were doing that. I had a couple of friends who used to read. അപ്പൊ അവരൊക്കെ വായിക്കുന്നത് അസൂയ കൊണ്ട് ഇങ്ങനെ നോക്കും, അതുപോലെ വായിച്ചാൽ കൊള്ളാമല്ലോ എന്നൊക്കെ വിചാരിക്കും. ദെൻ അങ്ങനെയൊക്കെയാണ് വായിക്കാൻ തുടങ്ങിയത്. അതൊന്നും മനസ്സിലായില്ല. Then I had a very generous friend who had a lot of books. I used to go to his home and he used to give me books and I used to read. അങ്ങനെ വായനയുടെ സ്വർഗം കണ്ടുപിടി. മലയാളത്തിലും ധാരാളം വായിക്കുമായിരുന്നു, ഇംഗ്ലീഷിലും വായിക്കുമായിരുന്നു. അങ്ങനെ a lot of reading. Then I had a neighbor later on in my life, maybe I think 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴോ ആ സമയത്തോ, a neighbor family who lived for long in Sri Lanka. So the only language they were comfortable at was English.
So they would speak English at home. And I was very good friends with them. I used to constantly go to their home, and today I know that I was a very big nuisance to them, because a 15-year-old boy constantly coming into your home and spending hours there is not a pleasant thing. അവർ നല്ല മനുഷ്യരായതുകൊണ്ടാണ് ഒരുപക്ഷെ എന്നെ അന്ന് ചീത്ത പറയുകയോ അടിച്ചിറക്കി വിടുകയോ ചെയ്യാത്തത്. That I was a big nuisance for them. But what happened was I would talk to all of them, and I had many things to talk, and they also had books. അപ്പൊ ഇങ്ങനെ ഒരു യുണീക്ക് സർക്കംസ്റ്റാൻസിൽ കൂടെയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത്. നോട്ട് ദെൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തതൊക്കെ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ദാറ്റ് കൈൻഡ് ഓഫ് എ തിങ് ഇത്. അപ്പൊ അതിനകത്ത് നോക്കുമ്പോൾ ക്രാഷിന്റെ ഒരു നല്ല എക്സാമ്പിൾ ആണ് എന്റെ കഥ. ബിക്കോസ് ഐ അക്വയർഡ് ഇംഗ്ലീഷ്, ഐ ഡിഡ് നോട്ട് ലേൺ ഇംഗ്ലീഷ്. ലേണിംഗ് ഈ സമയത്തും ഗ്രാമറിനെ കുറിച്ച് ഒരു ധാരണ എനിക്ക് ഉണ്ടായില്ല. പരീക്ഷയ്ക്ക് ഗ്രാമറിന് നല്ല മാർക്കും അത്ര കിട്ടുമേ ഇല്ലായിരുന്നു. ബിക്കോസ് ഐ യൂസ് ടു മേക്ക് മിസ്റ്റേക്സ് ഇൻ ഗ്രാമർ. അപ്പൊ ഗ്രാമർ കോൺഷ്യസ് ആയിട്ട് മിസ്റ്റേക്സ് വരുത്താതെ നിയർ പെർഫെക്ഷനോടുകൂടിയൊക്കെ പഠിക്കാൻ തുടങ്ങിയത് only after I began to teach. And that I began teaching at a young age also. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. It was then that I consciously began to learn grammar. ഇത് എന്റെ കഥ വീരവാദം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. To give a clear idea about the distinction between learning language and acquiring language. അപ്പൊ നമ്മളത് ഓർക്കേണ്ടത്, if you want to learn English or any language, immerse yourself in that language. If you want your children to learn English, immerse them in English. And if you want your students to learn English, do the same. Create opportunities for them to do that. അതാണ് ഈ അക്വിസിഷൻ എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഇവിടെ ഇൻപുട്ട് എന്നൊരു സാധനം പറയുന്നു. ഈ സ്റ്റീഫൻ ക്രാഷൻ came up with 5 hypotheses. അതിൽ ഒന്ന് ഇൻപുട്ട് ഹൈപ്പോത്തസിസ് ആണ്. In input hypothesis, what he says is, for acquiring language, you need a large amount of input. But that is why I told my story. I was having that. Reading is the one major input. വളരെ അധികം വായിച്ചാൽ മാത്രമേ അതിന്റെ കുറെ അധികം നമ്മൾ റീറ്റെയിൻ ചെയ്യും. അതൊരു കോൺഷ്യസ് പ്രോസസ്സേ അല്ല. സോ മൈ ഐഡിയ വെൻ ഐ വാസ് റീഡിങ് ബുക്സ് വാസ് നോട്ട് ടു ലേൺ ഇംഗ്ലീഷ്. അതിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഞാൻ ചിലപ്പോൾ അന്നത്തോടെ അത് മതിയാക്കിയാൽ. പഠിക്കാൻ എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യവും ഞാൻ പഠിച്ചിട്ടില്ല. അതൊരു കൗതുകമുള്ള കാര്യമാണ്. പിൽക്കാലത്ത് ആണ് പഠിക്കാൻ തുടങ്ങിയത്. ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. അപ്പൊ ഈ the English I was reading was a natural kind of reading. So that is also very important. നമ്മൾ കുട്ടികളോട്, മക്കളായാലും സ്റ്റുഡൻസ് ആയിരുന്നാലും, if you insist that they should read it as a regimented thing, it's very likely that they won't do it. ചെറിയ ശതമാനം ആൾക്കാർ ചെയ്യും, പക്ഷെ കൂടുതലും we human beings have a tendency to rebel. അത് കാരണം നമ്മൾക്കൊക്കെ ഇൻഡിവിജ്വാലിറ്റി എന്നൊരു സാധനം ഉള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. നമ്മളോട് ഒരാൾ കാര്യം പറയുമ്പോൾ നമ്മളത് കണ്ണുമടച്ച് ചെയ്യുന്ന ഒരു അടിമ മനോഭാവം നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും എനിക്കത് എന്തിനു ചെയ്യണം എന്ന് നമ്മൾ ചോദിക്കും. അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. പ്രത്യേകിച്ചും in language learning, something we should remember is that nobody would do anything without a purpose. So whatever reasons you might have, your students need not do all the things that you tell them, because they need to have a valid reason for that. ഒരു ചെറിയ ശതമാനം ആൾക്കാർ നമ്മൾ പറയുന്നത് അതുപോലെ ചെയ്യും, പക്ഷെ ഭൂരിഭാഗം ആൾക്കാർക്ക് ഒരു വാലിഡ് റീസൺ വേണം ചെയ്യാനായിട്ട്. So when you give an activity in the class too, language activity ക്ലാസ്സിൽ കൊടുക്കുമ്പോഴും അത് സക്സസ്ഫുൾ ആകണമെങ്കിൽ, this is for teachers in the group and those who plan to be teachers, language learning happens through acquisition എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള കോണ്ടെക്സ്റ്റുകൾ ധാരാളം ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അത് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് ആക്ടിവിറ്റീസ് വേണം. Language activities, when you structure and give them, the students, if you want your students to involve in them very wholeheartedly, you need to make them purposeful. അത് പേർപ്പസ്ഫുള്ളും കോണ്ടെക്സ്റ്റുവലും ആകണമെന്ന് പറയും. അവരുടെ ജീവിതവുമായിട്ടൊക്കെ ഒരു ബന്ധം വേണം. അവർക്ക് അവിടെ നമ്മൾ ഇന്നത് നിങ്ങൾ ഇത്ര 5 മിനിറ്റ് ചർച്ച ചെയ്യുമെന്ന് പറയും. അവർക്ക് ചർച്ച ചെയ്യാനൊരു റീസൺ അവിടെ വേണം. അത് അവർക്ക് വളരെ അത്ര അടുപ്പമുള്ള ഒരു ടോപ്പിക് ആയിരിക്കും. അല്ലാതെ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയത്തെ കുറിച്ച് നമ്മുടെ കുട്ടികളോട് പറഞ്ഞാൽ അവരൊരിക്കലും അത് ചർച്ച ചെയ്യില്ല. ഒന്ന്, അവർക്ക് അതിനെ കുറിച്ചുള്ള അത് അറിയില്ല. രണ്ടത്, അവർക്ക് യാതൊരു പ്രാധാന്യമുള്ള കാര്യമില്ല. നമ്മുടെ നാട്ടിലുള്ള ഒരു കാര്യമാണെങ്കിൽ തന്നെ ആ പ്രായത്തിലുള്ള ആൾക്കാർക്ക് their immediate സറൗണ്ടിങ്സുമായിട്ട് ബന്ധമുള്ളത് ഒക്കെ ആയിട്ട് ടോപ്പിക്സ് കൊടുത്താൽ ആയിരിക്കും കുട്ടികൾ കൂടുതൽ അതിൽ ഇൻവോൾവ് ആകുന്നത്. അപ്പൊ നമ്മൾ സ്ട്രക്ചർ ചെയ്യുമ്പോഴല്ല അത് സോ ദാറ്റ്സ് എ ബിഗ് നീഡ് ഫോർ കോണ്ടെക്സ്ച്വലൈസിങ് അവർ ടീച്ചിങ്. അപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും അത് പ്രയോജനപ്പെടാതെ പോകുന്നത്
നമ്മൾ അവർക്ക് കൊടുക്കുന്ന മെറ്റീരിയൽ ദൂരെ എവിടെയുള്ള ആൾക്കാരുടെ ജീവിതമൊക്കെയാണ്. അപ്പോൾ അവർ അതിൽ നിന്ന് എക്സ്ട്രേഞ്ച്ഡ് ആണ്, അതിനകത്ത് ഇമേഴ്സ്ഡ് ആകുന്നതിൽ ഒരുപാട് പരിമിതികൾ വരും. So even if you use stories from other countries or far away from them, remember to have activities in which there are contexts closer to their lives. അപ്പോൾ അപ്പൊ ഇൻപുട്ട് എന്ന് പറയുന്ന സാധനം ലിസണിങ് ടു English. So I said I had a lot of opportunity to listen to English because my neighbors spoke English. I was speaking to them, so I had a lot of practice in speaking. I had this reading habit, so I was reading. But I had a lot of input and that helped me. അപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻ ഉണ്ടായി വരണമെന്നില്ല. യു മേ നോട്ട് ഹാവ് എ ലൈബ്രറി നിയർ ബൈ, യു മേ നോട്ട് ഹാവ് ദാറ്റ് മച്ച് ടൈം ടു റീഡ്, and you may not have anybody at all with whom you can talk in English. That limitation is always there. It is the teacher's responsibility, at least to some extent, to create this opportunity in the classroom. Acquire the opportunity classroom will create the teachers and the responsibility. അതെങ്ങനെ ചെയ്യാം എന്നൊക്കെ അറിയണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് ലാംഗ്വേജ് കുറെ പാഠങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടും കുറെ ഗ്രാമർ എക്സസൈസ് ചെയ്യിപ്പിച്ചതുകൊണ്ടും കുറെ കോമ്പസിഷൻ ചെയ്തുകൊണ്ടൊന്നും ആൾക്കാർ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ദാറ്റ് ഇസ് വൈ ഈവൻ ആസ് ഐ വാസ് സേയിങ് ഇൻ ദ അതർ ക്ലാസ്, ഈവൻ ആഫ്റ്റർ ലേണിംഗ് ഇംഗ്ലീഷ് ഫ്രം എ വെരി സ്മോൾ ലെവൽ ആൻഡ് അപ് ടു ദെയർ ഡിഗ്രി ആൻഡ് MA ഇംഗ്ലീഷിൽ MA എടുത്തതിന് ശേഷം എവിടെ നിന്നാണ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കേണ്ടെന്ന് ആലോചിക്കുന്ന ആൾക്കാരുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ സിംഗുലർ ആണ് ആ ഫാക്ട്. കാരണം ഒരു സീരിയസ് ആയിട്ട് സയന്റിഫിക് ആയിട്ട് ലാംഗ്വേജ് ലേണിംഗ് നടന്നിരുന്നെങ്കിൽ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആകുമ്പോൾ തന്നെ നമുക്ക് വളരെ നല്ല പ്രൊഫിഷ്യൻസി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉണ്ടാകേണ്ടതാണ്, ഹിന്ദിയിലും ഉണ്ടാകേണ്ടതാണ്. ഇറ്റ് ഡസന്റ് ഹാപ്പൻ. ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് അവർ ഇനാഡിക്വേറ്റ് നോളജ് അബൌട്ട് ഹൗ ടു ടീച്ച് ദ ലാംഗ്വേജ്. വേറെയും ഘടകങ്ങളുണ്ട്, തീർച്ചയായിട്ടും ടീച്ചേഴ്സിന് അറിയാം ക്ലാസ് റൂമിലെ പരിമിതികൾ, നമ്മുടെ കരിക്കുലത്തിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ അപ്പം സോ ദി ഇൻപുട്ട് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഒരു പ്രധാന കാര്യമാണ്. യു നീഡ് ടു എക്സ്പോസ് you need a lot of exposure in the language to become proficient in it. അപ്പൊ ഈ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ അതിനകത്ത് വേറൊരു ഇവിടെ പറയാത്ത ഒരു പോയിന്റ് ക്രാഷൻ പറഞ്ഞ ഈ ക്രാഷൻ ടോക്സ് അബൌട്ട് കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട്. കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട് എന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. സോ ഹി ഓൾസോ സേസ് ദാറ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഇൻപുട്ട് ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ടു അബവ് യുവർ ലെവൽ, ബട്ട് ഇറ്റ് ഷുഡ് ബി സ്ലൈറ്റ്ലി അബവ് യുവർ ലെവൽ ഓൾസോ. സോ സപ്പോസ് ഐ ക്യാൻ റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ചിൽഡ്രൻസ് ലെവൽ, അതായത് ഒരു 2ാം ക്ലാസ്സിലെ കുട്ടിയുടെ ലെവലാണ് എനിക്കുള്ളതെന്ന് വെച്ചോ. ബിക്കോസ് ഇൻ ലാംഗ്വേജ് യുവർ ഏജ് ആൻഡ് യുവർ ലാംഗ്വേജ് ലെവൽ നീഡ് നോട്ട് കറസ്പോണ്ട്, particularly when it comes to second language. You may be a 30-year-old individual, but your language level may be that of a 5th-year student. അതിനകത്ത് ഒരു തകരാറുണ്ട്. ബുദ്ധിയുടെ വികാസത്തെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, നമ്മുടെ ഒരു ഭാഷയിലുള്ള പരിജ്ഞാനം. ഇപ്പൊ I am 54 years old. But my knowledge of Hindi is very, very limited. അപ്പൊ ഹിന്ദി എന്ന് പറയുന്നത് ഒരു ഹിന്ദി മാതൃഭാഷയായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദി പ്രോപ്പറായിട്ട് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു 2ാം ക്ലാസ്സുകാരന്റെ ലെവലിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് പറയാം. അപ്പൊ അതിനകത്ത് ഒരു മോശമായിട്ടുള്ള കാര്യമല്ല. നമ്മുടെ ഭാഷയുടെ ലെവലിനെ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ലജ്ജിക്കേണ്ട കാര്യമില്ല. ആ കോൺഷ്യസ്നസ് ഉണ്ടാവേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. സോ അവർ ഇംഗ്ലീഷ് ലെവൽ നീഡ് നോട്ട് കറസ്പോണ്ട് വിത്ത് അവർ ഏജ്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ ഈവൻ ഇഫ് യു ആർ എ 16-year-old or 20-year-old person and you decide and you have enough knowledge or language familiarity to understand the second standard students English book. അപ്പൊ നമ്മൾ അടുത്ത് അത് തന്നെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളൊരു ലിമിറ്റിന് മുകളിലോട്ട് പോകില്ല. സോ വാട്ട് യു നീഡ് ഇസ്, ബിക്കോസ് യു ആർ അബവ് ദാറ്റ് ഏജ്. 2ാം ക്ലാസ്സിലെ കുട്ടി അവന്റെ ഏജിന് അത് ഒരുപാട് സമയമെടുത്തിട്ടായിരിക്കും അക്വയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ഇഫ് യുവർ ലെവൽ ഇസ് സെക്കൻഡ് സ്റ്റാൻഡേർഡ്, ഞാൻ ഈ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒരു അപ്രോക്സിമേഷനിൽ പറയുന്നത്, നമ്മൾ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പുസ്തകം കുറച്ച് വായിക്കാൻ ശ്രമിക്കണം എന്നാണ് ക്രാഷൻ പറയുന്നത്. അപ്പോൾ ദ ചൈൽഡ് ഷുഡ് ബി എക്സ്പോസ് ടു ലിറ്റിൽ അബവ് ദ ലെവൽ. എന്ന് വെച്ചാൽ 2ലെ കുട്ടിക്ക് 7ാം ക്ലാസ്സിലെ പുസ്തകം എടുത്ത് കൊടുത്തിട്ട് കാര്യമില്ല, അവന്റെ ലെവലിനൊക്കെ അല്പം ഉയരമുള്ള ഇൻപുട്ട് വേണം കൊടുക്കാൻ. അങ്ങനെ വരുമ്പോൾ സ്ലോലി ദ ലാംഗ്വേജ് ലെവൽ വിൽ ഇംപ്രൂവ്. ദിസ് ഇസ് ഹിസ് തിയറി. അതൊന്നും ഒരുപാട് അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല. That is what he says. Input hypothesis അദ്ദേഹം പറയുന്നത് അതാണ്. And he talks about a thing called interlanguage. അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. നമ്മുടെ നാട്ടില് പണ്ട് അല്ലാതെ ഇന്റർനാഷണലി ഇൻ ലാംഗ്വേജ് ടീച്ചിങ് പീപ്പിൾ യൂസ് ടു ഫൈൻഡ് യൂസ് ടു ബി ട്രബിൾഡ് ബൈ മിസ്റ്റേക്സ്.
തെറ്റുകൾ സംഭവിക്കുമ്പോൾ, എറർ സംഭവിക്കുമ്പോൾ ആൾക്കാർ വളരെ ട്രബിൾഡ് ആവും. അതുകൊണ്ട് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് അത് ഫെമിലിയർ ആയിരിക്കും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ സ്ഫടികം എന്ന് പറഞ്ഞ സിനിമയിലുള്ള പിതാവുണ്ടല്ലോ, തിലകൻ, അതേപോലെയുള്ള ഒരുപാട് ഇംഗ്ലീഷ് മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഗ്രാമർ ക്ലാസ്സുകൾ ഒരു ടെററായിട്ട് തീരുന്ന അവസ്ഥ. തെറ്റ് വരുത്തി കഴിഞ്ഞാൽ ഉടനെ അടിക്കുക, അടി കൊടുക്കുക, ഇമ്പോസ് എഴുതുക, ക്ലാസ്സിന് പുറത്ത് നിർത്തുക തുടങ്ങിയ കലാപരിപാടികളൊക്കെ ചെയ്യും. That is because of great ignorance. കാരണം when you are learning a language, mistakes will happen. അത് നമ്മുടെ കുഞ്ഞിനെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. When a child is learning its mother tongue, അത് പറയുന്ന സെന്റൻസുകളെല്ലാം ഒന്നും ശരിയായിരിക്കില്ല. ഒരുപാട് റോങ് വേർഡ്സ് ഉപയോഗിക്കും, വാക്കുകളിലുള്ള ഇൻഫ്ലക്ഷൻസ് തെറ്റായിരിക്കും, സ്ട്രക്ചർ തെറ്റായിരിക്കും. അത് എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് നോക്കും. അപ്പൊ നമ്മൾക്ക് അത് മനസ്സിലാകാതെ വരും. അത് വേറെ ആൾ കോണ്ടെക്സ്റ്റിലെ കുട്ടി അത് കേൾക്കുന്നുണ്ടാവും. അങ്ങനെ നാച്ചുറൽ ആയിട്ട് കേട്ടിട്ടും ട്രൈ ചെയ്തിട്ടും അത് ഗ്രാജുവലി ആണ് ഈ ഭാഷ വലിയ തെറ്റുകളില്ലാതെ പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇനി സെക്കൻഡ് ലാംഗ്വേജ് വരുമ്പോൾ സംഭവിക്കുന്നത്, they already have a language. ആ ലാംഗ്വേജിന്റെ പുറത്താണ് ഇത് ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടാവും. ബിക്കോസ് യു ഓൾറെഡി ഹാവ് എ പാറ്റേൺ ഇൻ യുവർ മൈൻഡ്. ആ പാറ്റേണിനകത്താണ് നമ്മൾ രണ്ടാമത്തെ ഒരു പുതിയ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേണിനെ ഫിറ്റ് ഇൻ ചെയ്യാൻ നോക്കുന്നത്. സോ യു കോൺസ്റ്റന്റ്ലി വിൽ ഹാവ് ദാറ്റ് പ്രോബ്ലം. ബട്ട് ദർ വിൽ ബി എൻ ഇന്റർ ലാംഗ്വേജ് ഫേസ് ബിഫോർ വി സ്റ്റാർട്ട് റിയലി ബിക്കമിങ് പ്രൊഫഷൻ ഇൻ ന്യൂ ലാംഗ്വേജ്. യു വിൽ ഹാവ് എൻ ഇന്റർ ലാംഗ്വേജ്. അപ്പൊ അതൊക്കെ ആ സമയത്ത് ധാരാളം മദർ ടങ്ങിന്റെ സ്വാധീനവും തെറ്റുകളും ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഉള്ള അവയർനെസ് ഒക്കെ കൊണ്ടുവരുന്ന ക്രാഷനും ആ സമയത്തുള്ള മറ്റേ ആൾക്കാരാണ്. അങ്ങനെ കുറച്ച് മുമ്പ് ചോംസ്കിയുടെ കാലം മുതലേ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വിൽ കം ടു ചോംസ്കി. അതെ, ക്രാഷിന്റെ രണ്ടാമത്തെ ഹൈപ്പോസിസ് ആണ് നമ്മൾ ഈ പറഞ്ഞ അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോസിസ്. ദെൻ ഹി ടോക്സ് അബൌട്ട് എ മോണിറ്റർ ഹൈപ്പോസിസ്. മോണിറ്റർ ഹൈപ്പോസിസ് എന്ന് പറയുന്നത് actually, interestingly, one of my research scholars did her PhD in this, and she was awarded PhD about a year back. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങിയ ഒരു പഠനമാണ് മോണിറ്റർ ഹൈപ്പോസിസിനെ കുറിച്ചിട്ടുള്ള പഠനം. എന്താണ് ഈ അത്? ബിക്കോസ് ഐ വാസ് ഓൾവേസ് വെരി കൺസേൺഡ് അബൌട്ട്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ചധികം കൺസേൺ എനിക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പഠനമായിരുന്നു. കുറെ ഇൻസൈറ്റ്സ് ഒക്കെ ഉണ്ടായി. അപ്പോ ഈ മോണിറ്റർ എന്ന് പറയുന്നത് നമ്മൾ particularly when we learn language in a grammar based manner, we become very conscious about correctness. അപ്പൊ എനിക്ക് ഈ ഞാൻ പഠിച്ച എക്സാമ്പിൾ പറഞ്ഞു, അതിനകത്ത് എനിക്ക് വളരെ സന്തോഷമായിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത്. ബിക്കോസ് nobody was there, nobody even knew that I was learning. I did not know I was learning. അതാണ് തമാശ. അപ്പൊ അങ്ങനെ വന്നപ്പോ I was never corrected, nobody bothered, and so I had the opportunity to do this very naturally and comfortably. പക്ഷേ അല്ലാതെ ആൾക്കാർക്ക്, എന്നെക്കാളൊരു പക്ഷേ കൂടുതൽ സമയം ഇംഗ്ലീഷ് പഠനത്തിന് വിനിയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഒക്കെ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, because they have consciously learned this language and they are very much worried about the exam, very much worried about the marks, worried about making mistakes. സ്ട്രക്ചേഴ്സ് ഒരുപാട് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ വരണം, ING വരണം, ഇതൊരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണോ, എക്സ്ക്ലാമേറ്ററി സെന്റൻസ് ആണോ, ഇതൊരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണോ, ഇതൊരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണോ, ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് എന്ത് സംഭവിക്കുക? അദ്ദേഹം സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഈ മോണിറ്ററിങ് എന്നൊരു സാധനം ഉണ്ടാവും. അപ്പൊ അതൊരു ഒരു ഫിൽറ്റർ പോലെ ആക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഓരോ സെന്റൻസ് സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും പാർട്ട്ലി കോൺഷ്യസ്ലി അത് ശരിയാണോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും എന്നാണ് ക്രാഷൻ പറയുന്നത്. അതായത് സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ കൂടുതൽ ഗ്രാമർ ബേസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മോണിറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം ഗ്രാമർ ബേസ് അല്ലാതെ ഒരു വലിയ ഗംഭീരൻ മെത്തേഡ് നമ്മുടെ ഉണ്ടെന്നോ ആ മെത്തേഡ് പ്രാക്ടിക്കൽ ആണെന്നോ ഒന്നുമല്ല. ബിക്കോസ് ഐ എം നോട്ട് മേക്കിംഗ് എനി സ്റ്റേറ്റ്മെന്റ്സ്, ദോസ് തിങ്സ് ഹാവ് ടു ബി എക്സ്പെരിമെന്റഡ് ആൻഡ് ഡൺ. ഇവിടെ മോണിറ്റർ എന്ന് പറയുന്ന സാധനം ഇതാണ്. സോ കോൺഷ്യസ്ലി നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനൊരു മോണിറ്ററിങ് നമ്മുടെ ഗ്രാമർ നോളജ്, നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള നോളജ് ഒരു മോണിറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അത് നമ്മുടെ സ്പോണ്ടേനിറ്റി ഇങ്ങനെ അഫക്ട് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു തിയറി. അതുകൊണ്ട് ഇത് ലേണിംഗ് എന്ന് പറയുന്ന രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ ഈ ടോക്സ് അബൌട്ട് എ നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ്.
That's about the order in which language is done, not very important for us. Another very important thing is affective filter hypothesis. This is actually related to the monitor hypothesis. For your knowledge of കോൺഷ്യസ് നോളജ് ഓഫ് ഗ്രാമർ അവിടെ ഉണ്ട്. അതിരിക്കുകയും നമ്മൾ ഭാഷ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ആക്ച്വലി നമ്മുടെ ഇപ്പോഴത്തെ ഈ ഇംഗ്ലീഷ് പഠനത്തിന് അത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഈ പഠന പ്രക്രിയയെ നിരന്തരമായി തടസ്സപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ആ നാച്ചുറൽ ആയിട്ടുള്ള ആ ലാംഗ്വേജിന്റെ യൂസിനെ നമ്മൾ എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താം അതിനുള്ള സിസ്റ്റം ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പരീക്ഷാ സമ്പ്രദായമൊക്കെ നല്ല ഉദാഹരണമാണ്. അപ്പൊ അങ്ങനെ അത് വെൽ ദാറ്റ്സ് എ ഡിഫറെന്റ് ഏരിയ. അപ്പൊ ഈ മോണിറ്റർ എന്ന് പറയുന്ന സാധനം ഈ പറഞ്ഞ പോലെ മോളിൽ ഇരുന്നിട്ട് ഒരു ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് യുവർ ആങ്സൈറ്റി ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്, യുവർ ആങ്സൈറ്റി അബൌട്ട് ഗെറ്റിംഗ് ലോ ഗ്രേഡ്സ്, യുവർ ആങ്സൈറ്റി ദാറ്റ് യുവർ ഫ്രണ്ട്സ് മേ മേക്ക് ഫൺ ഓഫ് യു, യുവർ ആങ്സൈറ്റി ദാറ്റ് യുവർ പേരൻസ് മേ പണിഷ് യു ഓർ ദ ടീച്ചർ മേ സ്റ്റെയർ അറ്റ് യു, അങ്ങനത്തെ ഒരുപാട് ആങ്സൈറ്റീസ് ഉണ്ട്. അതാണ് അഫക്റ്റീവ് എന്ന് പറയുന്നത്. അഫക്ട് എന്ന് പറയുന്നത് നമ്മുടെ വൈകാരികമായ ആസ്പെക്ടിനാണ് അഫക്ട് എന്ന് പറയുന്നത്, ഇമോഷണൽ ആസ്പെക്ട്. അപ്പൊ അഫക്റ്റീവ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് ബാധിക്കുന്ന ഫിൽറ്റേഴ്സ് നല്ല അർത്ഥം. അഫക്ട് ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഫിൽറ്ററുകൾ ഉണ്ടെന്നാണ്. അപ്പൊ അത് എത്രയും ലോ ആയിരിക്കുമോ അത്രയും നല്ലത് എന്നാണ്. If you can keep if you can keep the affective filters of your learners low, they will learn language faster. If you keep your affective filters high, അത് നമ്മൾ ക്ലാസ്സിലെ ഉള്ള അറ്റ്മോസ്ഫിയറിന്റെ ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പൊ അത് ഞാൻ whenever I do teacher workshops, I always tell them, നിങ്ങൾ എന്തൊക്കെ പഠിപ്പിച്ചാലും അത് നിങ്ങൾക്ക് പോർഷൻ തീർന്നുള്ള സന്തോഷം മാത്രമേ തരൂ. ക്ലാസ്സിനകത്ത് 5 മിനിറ്റ് എങ്കിലും കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ that is the only time you have actually utilized the class. And I always talk about 5 minutes of English in the class. 5 മിനിറ്റ് എല്ലാവരും പെയർ ആയിട്ട് ഒരുമിച്ച് സംസാരിക്കുന്ന ഒരു സംഗതി. വെൽ that's a different thing. അപ്പൊ ഇവിടെ പറയുന്ന അഫക്റ്റീവ് ഫിൽറ്റർ ആണ്. അഫക്റ്റീവ് ഫിൽറ്റർ എന്ന് പറയുന്നത് യുവർ കോൺഷ്യസ്നസ്, യുവർ ഇമോഷണൽ സ്റ്റേറ്റ്സ് that interfere with your language performance. അപ്പൊ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഹൈപ്പോത്തിസിസ്. എന്താണ് ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്? ഹൈപ്പോത്തിസിസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സംതിങ് ദാറ്റ് ഇസ് നോട്ട് പ്രൂവൻ. അത് എപ്പോഴും ഓർക്കണം. ഹൈപ്പോത്തിസിസ് എന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ ആയിരിക്കാം എന്ന് നമ്മൾ പറയുന്നതിനെയാണ് ഹൈപ്പോത്തിസിസ്. അപ്പൊ ഇതെല്ലാം ഹൈപ്പോത്തറ്റിക്കൽ ലെവലിലാണ് ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഇന്ന് അത് വേണമെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് വൺസ് യു ഹവ് പ്രൂവ്ഡ് ഇറ്റ് ബിക്കംസ് എ തിയറി. അപ്പൊ നമ്മളൊരു റിസർച്ച് തുടങ്ങുന്ന ആൾക്കാർ യു വിൽ കം അപ്പ് വിത്ത് എ ഹൈപ്പോത്തിസിസ് ബട്ട് യു ഹാവ് പ്രൂവൻ ഇറ്റ്. അത് പ്രൂവ് ചെയ്ത് കഴിയുമ്പോഴാണ് അതൊരു തിയറി ആയിട്ട് മാറുന്നത്. ഇതിങ്ങനെ അപ്പൊ then you can say that natural order theory. ഈ ക്രാഷന്റെ ഈ പല കാര്യങ്ങളും വേണമെങ്കിൽ നമുക്ക് തിയറി എന്ന് പറഞ്ഞു തുടങ്ങാം എന്ന് ആൾക്കാർ പറയാറുണ്ട്. അക്വിസിഷൻ ലേണിംഗ് തിയറി, മോണിറ്റർ തിയറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ക്രാഷൻ ഈസ് നോട്ട്. ഇതിനുള്ള വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ intuitively you know many things, but as far as language learning is concerned, അതിനെ പല കാര്യങ്ങളെയും ക്വാണ്ടിഫൈ ചെയ്യാൻ വലിയ പാടാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മെഷർ, വെരി ഡിഫിക്കൽട്ട് ടു കൺക്ലൂസീവ്ലി പ്രൂവ് ദാറ്റ് ദിസ് ഇസ് സോ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നത് ക്വാണ്ടിഫയബിൾ അല്ലാതെ സയന്റിഫിക്കലി വെരിഫയബിൾ അഗെയിൻസ്റ്റ് എവിഡൻസ് ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം ഒരു കാര്യത്തിന് നമ്മുടെ ഹൈപ്പോത്തിസിസ് തിയറിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ക്രാഷിനെ വിമർശിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് ഉണ്ട്. അത് വിമർശിക്കുന്നതാണ്. ഇറ്റ്സ് നോട്ട് റിയലി ഓൺ എ പ്രാക്ടിക്കൽ ലെവൽ. അത് ഈ ഒരു സയന്റിഫിക് ഒരു ഡിസ്കോഴ്സിന്റെ റെൽം ഓഫ് നോളജിലാണ് ഈ ഡിസഗ്രിമെന്റ് ഒക്കെ വരുന്നത്. ആസ് ഫാർ ആസ് എ ടീച്ചർ ഇസ് കൺസേൺ, എ ലാംഗ്വേജ് ടീച്ചർ ഇസ് കൺസേൺ, നമ്മൾ ടോട്ടലി സയന്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചിൽ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു അർത്ഥമില്ല. കുറേയധികം ഇൻഡ്യൂഷനും കുറേയധികം എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഗവേൺ ചെയ്യുന്നുണ്ടാവും. ഗട്ട് ഫീലിംഗ്, നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റിങ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. Okay, so that is about Krashen and his acquisition and learning. കുറച്ച് ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഈ കാര്യം ഒന്നുമില്ല. ഇവിടെ തന്നെ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഈ ലാംഗ്വേജ് ലേണിംഗ്, ലാംഗ്വേജ് നമ്മൾ പറയുമ്പോൾ വി ആർ വെരി പ്രൊഫഷൻ ഇൻ മലയാളം ബിക്കോസ് മലയാളം നാച്ചുറൽ ആയിട്ട് എക്സ്പ്ലെയർ ചെയ്ത കാര്യം നമ്മുടെ രക്തത്തിലുള്ളതാണ്.
So somebody, imagine that there is a child who is learning the language, or somebody from another language group uses Malayalam. Malayalam പറയുന്നത് തെറ്റ് പറഞ്ഞു എന്ന് വെച്ചു. ആ ഒരു തെറ്റാണ് പറയുന്നത്. ആ സെൻസിലെ സ്ട്രക്ചറിൽ ഒരു തെറ്റുണ്ട്. അപ്പൊ immediately we will all know it is wrong. We will all know it is wrong. But then if somebody asks you to produce a correct sentence, you will produce a correct sentence. But then if somebody asks you to explain why it is wrong, അത് നമുക്ക് പാടായിരിക്കും. എന്തുകൊണ്ടാണ് കപ്പൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം കപ്പൽ വെള്ളത്തിൽ മുങ്ങിയാണ്, അപ്പോൾ പൊങ്ങിയാണ് കിടക്കുന്നത്. അത് മുങ്ങിക്കിടന്നാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. കപ്പൽ എന്ന് പറയുന്ന സാധനം വെള്ളത്തിൽ പൊങ്ങിയാണ് കിടക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് നമ്മൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്തോ കുഴപ്പമുണ്ട്, അങ്ങനെയല്ല, വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്താണ് കിടക്കേണ്ടതെന്നുള്ള നോളജ് നമുക്കുണ്ട്. When somebody is asking you why does the ship float, ഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര വെയിറ്റ് ഉള്ള ഇരുമ്പോട് ഉണ്ടാക്കിയ സാധനം, അതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ശാസ്ത്രം പറയാൻ നമുക്ക് ചിലപ്പോൾ പറ്റുന്നില്ല. ഇതുപോലെയാണ് ഈ ഭാഷയുടെയും ഈ ഗട്ട് ഫീലിംഗ് ആണ്. യു ഇൻസ്റ്റിങ്ക്റ്റീവ്ലി നോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഷുഡ് ബി, ബട്ട് യു നീഡ് നോട്ട് ബി ഏബിൾ ടു ടെൽ അതേഴ്സ് വൈ ഇറ്റ് ഇസ് സോ. അപ്പൊ ലാംഗ്വേജിനെ കുറിച്ച് അങ്ങനെയാണ്. അപ്പൊ ലാംഗ്വേജ് നമുക്ക് നല്ല ഷുവറായി കഴിയുമ്പോൾ ലോകത്തിലെ മറ്റു പല കാര്യങ്ങളെ കുറിച്ച് അറിയുമ്പോൾ, മഴ പെയ്താൽ എങ്ങനെ ഇരിക്കും, അതിന്റെ വെള്ളം താഴെ വീണ എന്ത് സംഭവം, ഇതൊക്കെ നമുക്കറിയാം. അത് എന്തുകൊണ്ടാണ് ഗുരുത്വാകർഷണമോ അല്ലെങ്കിൽ ഘർഷണമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് വേറെ ഡൊമൈനാണ്. അതുപോലെ ഭാഷ ഉപയോഗിക്കുമ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഭാഷ നാച്ചുറൽ ഉപയോഗിക്കാൻ പറ്റിയാൽ അതിന്റെ ആവശ്യമേ ഉള്ളൂ. യു നീഡ് നോട്ട് ഹാവ് ദി എബിലിറ്റി ടു എക്സ്പ്ലെയിൻ വൈ ഇറ്റ് ഇസ് സോ. സോ വെൻ യു സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് യു യൂസ് എ റോങ് യൂസേജ്, you make a wrong sentence, you should know it is wrong and you should know what is the right sentence. അല്ലാതെ അവിടെ അത് പാസീവ് ഫോം ഉപയോഗിക്കേണ്ടത് ആക്റ്റീവ് ആയി പോയി, അല്ലെങ്കിൽ അവിടെ ഒരു കണ്ടിന്യൂസ് ഫോം ആണ് വേണ്ടിയിരുന്നത് എന്നുള്ള നോളജ് എല്ലാവർക്കും ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ ഇംഗ്ലീഷ് MA പഠിക്കുന്ന എല്ലാവർക്കും ആ നോളജ് വേണം. ബിക്കോസ് യു ആർ പീപ്പിൾ ഹു ഹാവ് ഡിസൈഡഡ് ടു സ്പെഷ്യലൈസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് യുവർ ലാംഗ്വേജ് നോളജ് ഷുഡ് ബി പക്ക. അത് നമ്മൾ അക്വയർ ചെയ്തതിന് ശേഷം ഗ്രാമർ പഠിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ശരിക്കും അതാണ് വേണ്ടത്. ഗ്രാമർ പഠനം പിന്നീട് ഉണ്ടാകും, അത് ഭാഷ പഠിച്ചതിന് ശേഷം ഉണ്ടാകണം. അപ്പം ഇനി അത് ആ നോളജ് നമുക്ക് വേണം. പക്ഷേ സാധാരണ ഒരു വ്യക്തിക്ക് ഹു ഇസ് വെൽ എഡ്യൂക്കേറ്റഡ്, മേ ബി എ സയന്റിസ്റ്റ് ഓർ സോഷ്യോളജിസ്റ്റ് ഓർ വാട്ട് എവർ ഹി ഈസ്, അദ്ദേഹത്തിന് ആ നോളജ് ആവശ്യമില്ല. കറക്റ്റ് സെന്റൻസ് ഉപയോഗിക്കാൻ പറ്റിയാൽ മതി. എന്തുകൊണ്ടാണെന്ന് അറിയേണ്ട കാര്യം. സെയിം ആസ് യു സേ, യു ആർ ഡ്രൈവിംഗ് എ കാർ ആൻഡ് യു ഷുഡ് നോ ടു ഡ്രൈവ് എ കാർ. പക്ഷെ ആ കാറിലൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. പക്ഷെ എന്തുകൊണ്ടാണെന്ന് നമ്മൾ അറിയണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് കാർ ഓടിക്കുന്നു എന്ന് വെച്ച് കാറിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അതുപോലെയാണ്. പക്ഷെ അതേസമയം ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ഷുഡ് ഹാവ് എ തറോ നോളജ് ഓഫ്. അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്ന എല്ലാവരും അതിന്റെ പ്രവർത്തനത്തിന്റെ സങ്കീർണതകളെ കുറിച്ച് അറിയേണ്ട യാതൊരു കാര്യവും ഇല്ല. അപ്പൊ അത് ഈ ഒരു വലിയ നോളജ് ഇറ്റ് വാസ് ബേസിക്കലി ഇറ്റ് വാസ് ക്രാഷൻ ടു ആർട്ടിക്കുലേറ്റഡ്. അതില്ലാത്ത കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ അത് നേരെ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ ഈ മോഡൽ ഓഫ് ടീച്ചിങ്ങിന് അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും കിടക്കുന്നത്. സോ ലളിതമായിട്ട് പറഞ്ഞാൽ, വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം യു ആസ് എ ലാംഗ്വേജ് ലേണർ ഈസ് ദാറ്റ് യു ഷുഡ് ബി ഏബിൾ ടു പ്രൊഡ്യൂസ് കറക്റ്റ് സെന്റൻസസ്. യു നീഡ് നോട്ട് നോ വൈ ദേ ആർ കറക്റ്റ് ഓർ വൈ ദേ ആർ റോങ്. അത് വേറൊരു ഡൊമൈൻ ഓഫ് നോളജ് ആണ് എന്നാണ് പറയുന്നത്. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അതെങ്ങനെ പഠിക്കാൻ പറ്റും, അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അതിലേക്ക് വരുമ്പോൾ ടീച്ചിങ് മെത്തേഡ്സ്, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇറ്റ് ഇസ് ദിസ് നാച്ചുറൽ ആയിട്ട് ഇമേർഷൻ ആണ് ഏറ്റവും നല്ല മെത്തേഡ് ഞാൻ പറയും. അപ്പൊ നിങ്ങൾ നോക്കിയാലും, ഇഫ് യു ലുക്ക് അറ്റ് യുവർ ചിൽഡ്രൻ ഓർ the people you know who are comfortable in language, any language for that matter, are people who use that language comfortably for happy purposes like reading, enjoying books, or watching movies and listening to music, etc. ആ ഭാഷയിൽ എത്രത്തോളം ചെയ്യും അത്രത്തോളം നമ്മുടെ ഭാഷ നന്നായിക്കൊണ്ടേയിരിക്കും. യു ഡോണ്ട് റിയലി ഹാവ് ടു ഡു എ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്. അതുകൊണ്ട് ഇംപ്രൂവ് ചെയ്യണമെന്ന് വലിയ കാര്യമില്ല. യു വോണ്ട് ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്, റീഡ് എ ലോട്ട് ഇൻ ഇംഗ്ലീഷ്. അതെന്ത് വായിക്കണം? വ്യാകരണ പുസ്തകങ്ങളൊന്നും അല്ല വായിക്കണം. അത് വേണമെങ്കിൽ കൂട്ടിയിട്ട് കത്തിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഡിക്ഷണറി അല്ല വായിക്കേണ്ടത്. ഇറ്റ് ഇസ് റീഡ് സിമ്പിൾ ബുക്സ് ഇൻ ഇംഗ്ലീഷ്. സോ ദാറ്റ് ഇസ് എ തിങ് ദാറ്റ് ഐ കീപ് സേയിങ്. ഓക്കെ, അതാണ് നമ്മുടെ ക്രാഷിന്റെ കാര്യം. I don't know if you can hear me well because there's a lot of rain. The sound of rain is out there. But we'll go on. Peace All International Association
ഈ TESOL എന്ന് പറയുന്നത് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ടു സ്പീക്കേഴ്സ് ഓഫ് അതർ ലാംഗ്വേജസ് എന്നൊരു എക്സ്പാൻഷൻ ഉണ്ട്. At the same time, there is also an international organization, or it's not an organization, an association called TESOL, the Teachers of English to Speakers of Other Languages. No matter, I don't know the translation. If I were to Mati, in the expansion, TESOL no expansion illa. So if you go to the website, it is TESOL International Association and a page Mati. America based title. It's a huge association with thousands and thousands of members from across the world. I am also a member of TESOL, and they conduct big conferences every year. So in a കഴിഞ്ഞ 2 വർഷങ്ങളിൽ they did it online. It's a big tragedy. Tragedy in the sense that ഈ big language conferences or language എന്ന് മാത്രമല്ല, വലിയ കോൺഫറൻസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ it happens in some part of the world and you go there and it's like 4 days ഒക്കെ ആയിരിക്കും. ഈ 4 days of intense learning, and it is very relaxing also because you have many talks happening at the same time, and you have a last time I attended a conference was in 2014 in a city called what's the name of the city? Harrogate in England. അതിനകത്ത് they had an app. നമ്മളിവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ മൊബൈൽ ഫോൺ ആപ്പ് ഉണ്ടാവും. അതിനകത്ത് ലൊക്കേഷൻ എവിടെയാണ്, ബിക്കോസ് ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ എ ഹ്യൂജ് പ്ലേസ്. വലിയ ഒരു ഏരിയയിലായിരിക്കും, ഒരു മൈതാനം പോലത്തെ ഒരു വലിയ ഏരിയയിലാണ്. ബട്ട് ഇറ്റ് ബി എ ബിഗ് ബിൽഡിംഗ് കോംപ്ലക്സ് വിത്ത് മെനി ഹാൾസ് എക്സെട്ര. അപ്പൊ നമ്മൾ ഈ ആപ്പ് വെച്ച് നോക്കി നമുക്ക് ഏത് ടോക്ക് വേണമെന്ന് ഡിസൈഡ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് ഇങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കും ആൾക്കാർ. ആൻഡ് യു വിൽ ബി മീറ്റിംഗ് ഓതേഴ്സ്, ക്രാഷിനെ പോലത്തെ ആൾക്കാരെ നേരിട്ട് കാണാനും, അല്ലെങ്കിൽ ഡേവിഡ് ക്രിസ്റ്റലിനെ പോലത്തെ ആൾക്കാരെ കാണാനും പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, വിച്ച് ഇസ് എ ബിഗ് ലേണിംഗ്. എന്റെ ELT ലേണിംഗ് have been centered around 3 major conferences. One was a TESOL conference in Boston, USA, and 2 conferences, one in Wales and one in England, over the last 15 years. ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസസ് ആണ്. അപ്പൊ അതിൽ ഈ TESOL is a American organization. ഈ teacher academic organizations like TESOL വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഇറ്റ്സ് എ കൺസോർഷ്യം ഓഫ് ടീച്ചേഴ്സ്, പ്രാക്ടീസിങ് ടീച്ചേഴ്സ് ആണ്. അവർ അപ്ലൈഡ് ലിംഗ്വിസ്റ്റ് ആണ് ഇൻ എ വേ. those who teach are applying their linguistic knowledge. അപ്പൊ അവരുടെ ഒരു വലിയ കൺസോർഷ്യം എന്ന് പറയുമ്പോൾ ഇന്റർനാഷണലി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യപ്പെടും. And many concepts will be hatched there, and you get many ideas from there. അങ്ങനെയുണ്ട്. അപ്പൊ അതിൽ ഞാൻ another international association called IATFL, International Association of Teachers of English as a Foreign Language. അത് ബ്രിട്ടൻ ബേസ്ഡ് ആണ്, ഇംഗ്ലണ്ടിലാണ് അതിന്റെ ബേസ്. TESOL ഈസ് ബേസ്ഡ് ഇൻ US. അപ്പൊ TESOL IATFL ആണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 2 ഇംഗ്ലീഷ് ടീച്ചിങ് ഓർഗനൈസേഷൻ. പിന്നെ ഈ രാജ്യങ്ങൾക്കുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ഹാസ് എ big English language association called ELTAI, English Language Teachers Association of India. NELTA is in Nepal, and Nepal English Language Teachers Association. I have gone to Nepal for a meeting, for a seminar that they conducted some time back, some years back, 9 വർഷം മുമ്പ്. ഇതുപോലെ ഉണ്ട്. അപ്പൊ ഈ ഇംഗ്ലീഷ് ടീച്ചർമാരുടെ വലിയ വലിയ അസോസിയേഷൻസ് ഉണ്ട്. അത് വളരെ പ്രാധാന്യമുണ്ട്. ഒരുപാട് ചർച്ചകളും ഒരുപാട് പ്രൊഡക്ഷനും അതിനകത്ത് നടക്കാറുണ്ട്. So those among you who are English teachers, you can become members of ELTAI, English Language Teachers Association of India. And the website you can easily become a member. It's very good to be a member of that big association. ELTAI വഴി IATFL membership എടുക്കാൻ പറ്റും. അപ്പൊ ഈ ഞാൻ ഇത്രയും പറയാൻ കാരണം, ദീസ് അക്കാഡമിക് അസോസിയേഷൻസ് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോട്ട് ഓൺലി ഇൻ ഇംഗ്ലീഷ്, എല്ലാ സബ്ജക്റ്റുകളിലും അധ്യാപകരുടെ വലിയ അസോസിയേഷനുകൾ എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ അസോസിയേഷനുകളല്ല. ടീച്ചർമാരുടെ ലോക്കൽ പൊളിറ്റിക്കൽ അസോസിയേഷൻ, ഇത് ഭയങ്കര അക്കാഡമിക് ആയിട്ടുള്ള അസോസിയേഷൻസ് ആണ്. ആൻഡ് ദേ ഡു എ ലോട്ട് ഓഫ് തിങ്സ് ടുഗദർ. ഈവൻ ELTAI 2 വർഷം മുമ്പ് entered into a MOU with Cambridge University Press, and we brought out a few books. സ്കൂൾ കുട്ടികൾക്കുള്ള കുറെ പുസ്തകങ്ങൾ എടുത്തിരുന്നു. So that's another academic endeavor. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഈ അസോസിയേഷൻ. അപ്പൊ അതുപോലെ ഈ TESOL International Association has defined a few core sets of principles which we are going to look at. അത് ഇവിടെ കൺവീനിയൻസിന് വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. പ്രിൻസിപ്പൾസ് ഓരോന്നായിട്ട് നോക്കാം. P1, know your learners. So one major principle of ELT is knowing your learner. Learner is a
നമ്മൾ പറയില്ല, കസ്റ്റമർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ഇൻ ദ പ്രിമിസ് എന്ന് പറഞ്ഞ പോലെ, വെൻ ഇറ്റ് കംസ് ടു ലാംഗ്വേജ് ടീച്ചിങ് ദ ലേണർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അപ്പൊ ആ ലേണറിനെ കുറിച്ചുള്ള ധാരണ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോ യുവർ ലേണർ, ഗ്യാദർ ആസ് മച്ച് ഡീറ്റെയിൽസ് അബൌട്ട് ദ ലേണർ ആസ് പോസിബിൾ. ആ ലേണറിന്റെ ഈ അഫക്റ്റീവ് ആസ്പെക്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ അഫക്റ്റീവ് ഫിൽറ്റേഴ്സ് അല്ല, അവന്റെ വൈകാരിക പ്രശ്നങ്ങൾ, അവന്റെ ലേണിംഗ് പ്രത്യേകതകൾ, പഠന പ്രയോറിറ്റീസ്, വി ഹാവ് ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽസ് എക്സെട്ര. ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള നോളജ് ഗ്യാദർ ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം ഈസ് ക്രിയേറ്റ് കണ്ടീഷൻസ് ഫോർ ലാംഗ്വേജ്. ഭാഷ പഠിക്കാൻ ഉതകുന്ന കണ്ടീഷൻസ് ഉണ്ടാക്കുക. നേരത്തെ ഞാൻ ഈ പറഞ്ഞ കാര്യമാണത്. ലാംഗ്വേജ് ലേണിംഗ് ഹാസ് ടു ഹാപ്പൻ ഇൻ എ വെരി കംഫർട്ടബിൾ എൻവയറൺമെന്റ്. ഒരു ചൂരലുമായിട്ടൊരു അധ്യാപകൻ നിന്ന് ഗർജിച്ചാൽ ആരും ഭാഷ പഠിക്കില്ല. അതൊരു വളരെയധികം സൗഹാർദ്ദപരമായ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഭാഷാ പഠനം ഉണ്ടാവുകയുള്ളൂ. സോ ദാറ്റ് കണ്ടീഷൻസ് ആർ ഇമ്പോർട്ടൻറ്റ്. അതിനകത്ത് ഇത് ശരിക്കും ഓരോന്നും ഓരോ എസ്സേ ആയിട്ട് ഡിസ്കസ് ചെയ്യാനോ വീണ്ടും ഉള്ള വിഷയങ്ങളാണ്. ബട്ട് നൗ ഫോർ യു ക്വിക്ക് ഔട്ട്ലൈൻ വുഡ് ബി ഇനഫ്. ഈ നമ്മൾ ടീച്ചർമാരെ ഫെസിലിറ്റേറ്റേഴ്സ് എന്ന് വിളിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് കുറെ നാൾ മുമ്പ് തുടങ്ങിയ ഒരു പരിപാടിയാണ്. I remember I did a training program some years back, 2003 മറ്റാണ്, where the teacher introduced herself as I am a facilitator, I am not a teacher. അത് അന്നത്തെ ഒരു അഹങ്കാരത്തിൽ ആൾക്കാർ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. I wouldn't say that I am a facilitator. I am a teacher. Teacher has many roles. And one of the roles of a language teacher is to facilitate. എല്ലാ ടീച്ചർമാർക്കും അങ്ങനെ റോൾ ഉണ്ട്. To facilitate knowledge. അറിവ് എന്ന് പറയുന്ന സാധനം നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അത് നമ്മൾ പറയും ട്രഡീഷണൽ ആയിട്ട് അറിവ് പകർന്നു കൊടുത്തു എന്നൊക്കെ പറയും. പക്ഷെ അത് പകർന്നു കൊടുക്കലല്ല. ഒരു ബക്കറ്റിൽ നിന്ന് കൊച്ചു കൊച്ചു പാത്രങ്ങളിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അറിവ്. കുറെ സോളിഡ് നോളജ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഭൂമി ഉരുണ്ടതാകുന്നു, ഗുരുത്വാകർഷണത്തെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ വൈഡ് ആയിട്ടുള്ള നോളജ് അത് ജീവിതമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുകയാണ്. ആൻഡ് ദാറ്റ് ഹാപ്പൻസ് ഓൺലി വിത്ത് ദി ഇൻവോൾവ്മെന്റ് ഓഫ് ദ ലേണർ. ലേണറിന്റെ സെൻട്രാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വരുമ്പോഴേ അത്തരത്തിലുള്ള ലേണിംഗ് നടക്കുള്ളൂ. അപ്പൊ അവിടെ അതുകൊണ്ടാണ് നമ്മൾ ഫെസിലിറ്റേറ്റിംഗ് എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ യു ക്രിയേറ്റ് ഇനഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ലേണേഴ്സ് ടു ഡിസ്കവർ തിങ്സ് ഓൺ ദെയർ ഓൺ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ലാംഗ്വേജ് ലേണിംഗ് ഓൾസോ ദാറ്റ് ഇസ് ദ കേസ്. ഇപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നതിൽ നമ്മൾ വ്യക്തമായിട്ടുള്ള കാര്യം, ഭാഷ പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല, സ്വായത്തമാക്കാൻ പറ്റുന്ന കാര്യം. ആൻഡ് ഹൗ ഡു യു ഡു ദാറ്റ്? ഒരു കുട്ടി അവനാണത് ചെയ്യേണ്ടത്. ടീച്ചർ ഇതിനെ നേരെ പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ അധ്യാപകന് മെമ്മോ കൊടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല. പക്ഷെ അദ്ദേഹത്തിന് മെമ്മോ കൊടുക്കാം ഇഫ് ഹി ഡസന്റ് ഫെസിലിറ്റേറ്റ് ലേണിംഗ്. ഒരു കുട്ടിക്ക് മാർക്ക് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം അധ്യാപകന് തീർച്ചയായിട്ടും ഉണ്ട്. ബിക്കോസ് ഹി ഹാഡ് നോട്ട് ഫെസിലിറ്റേറ്റഡ് ദാറ്റ് കൈൻഡ് ഓഫ് ലേണിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ ഈ ഫെസിലിറ്റേറ്റിംഗ് എന്നുള്ള വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെറും ഫെസിലിറ്റേറ്റേഴ്സ് അല്ല എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളത്. ബിക്കോസ് എ ടീച്ചർ ഹാസ് മെനി ഓഫ് ദ റോൾസ് ടു പെർഫോം. ഈ ഗുരുനാഥൻ എന്ന് പറയുന്ന അധ്യാപകൻ എന്ന് പറയുന്നത് നമ്മൾ അദ്ദേഹത്തെ അധ്യാപകരെ ബഹുമാനിക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഏകദേശം ഇങ്ങനെ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റിൽ സാധനം വിൽക്കാൻ നിൽക്കുന്ന ഒരാളുടെ ലെവലിലാണ് നമ്മളിപ്പം അധ്യാപകരെ കാണുന്നത്. സംബഡി ഹു ഹാസ് എ പ്രോഡക്റ്റ് ടു സെൽ യു ആൻഡ് യു ആർ either happy with the product or you are not happy with the product. പക്ഷെ വാസ്തവത്തിൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനമല്ല. ടീച്ചർമാർക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള വേറൊരു കാര്യം. അപ്പൊ ടീച്ചർ ഇസ് നോട്ട് ജസ്റ്റ് സംബഡി ഹു ടീച്ചസ് യു. Teacher is not just a facilitator. A teacher is a mentor. Teacher is somebody who guides you. Teacher is somebody who pulls you out when you are in trouble, in emotional trouble, in other kinds of trouble. ഒരു ഗൈഡാണ്. ഒരുപാട് റോൾസ് ഉള്ള, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരാളാണ് അധ്യാപകൻ. ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക് ടു ബി എ ഗുഡ് ടീച്ചർ. അപ്പൊ അത് ഇൻസിഡന്റലി ഞാൻ പറഞ്ഞതാണ്. ബിക്കോസ് ഡോണ്ട് ഗോ അബൌട്ട് സേയിങ് ദാറ്റ് ഐ ആം എ ഫെസിലിറ്റേറ്റർ. ടീച്ചേഴ്സ്, വൺ ഓഫ് ദ റോൾസ് ഓഫ് ദ ടീച്ചർ ഇസ് ടു ഫെസിലിറ്റേറ്റ് ലാംഗ്വേജ് ലേണിംഗ്, particularly language teachers. What is the third principle? The third principle is design high quality language lessons. ഇവിടെയാണ് ഒരു വലിയ ഇഷ്യൂ ഉള്ളത്. എന്നോട് ചില സമയത്തൊക്കെ പീപ്പിൾ ആസ്ക് മീ ടു ഡു ട്രെയിനിങ്, ഇംഗ്ലീഷ് ട്രെയിനിങ്. അപ്പൊ അത് ചെയ്യാൻ സമയം കിട്ടാറില്ല. 4 days ട്രെയിനിങ്, intensive. What I would do is I will develop my content. ഏറ്റവും എളുപ്പമുള്ള കാര്യം ഒരു പുസ്തകം എടുത്ത് പഠിപ്പിക്കുകയാണ്. ബട്ട് ഇൻസ്റ്റെഡ് വാട്ട് ഐ വുഡ് ഡു ഇസ് ഐ ലുക്ക് അറ്റ് മൈ ലേണേഴ്സ്, ഏത് നാട്ടുകാരാണ്, എന്ത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് നോക്കിയിട്ട് ഞാൻ ഇരുന്ന് അവർക്കുള്ള മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ട് ഐ സ്പെൻഡ് വിത്ത് ദം. അപ്പൊ ദ മെറ്റീരിയൽ വിൽ ബി
റിലേറ്റഡ് ടു ദെയർ പേ, അവർ താമസിക്കുന്ന സ്ഥലം. അതിപ്പം മലപ്പുറം ജില്ലയിലാണെങ്കിൽ അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ട് അവർക്ക് അവിടെ പരിചയമുള്ള സ്ഥലങ്ങളും കാര്യങ്ങളുമായിരിക്കും ഞാൻ എന്റെ സ്റ്റഡി മെറ്റീരിയൽ അത് ഉൾപ്പെടുത്തുക. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. നോട്ട് അബൌട്ട് ട്രിവാൻഡ്രം ഓർ പാളയം നാഗർകോവിൽ ഒന്നും അവർക്ക് അവിടെ ചിലവാകില്ല. നമുക്ക് ഇമാജിൻ ഒക്കെ ചെയ്യാൻ പറ്റും. ബട്ട് ആസ് ഐ സെഡ്, വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ലാംഗ്വേജ് ലേണിംഗ്, വളരെ കോണ്ടെക്സ്റ്റുവൽ ആയിരുന്നു അത്രയും ഇഫക്റ്റീവ് ആയിട്ട് ലാംഗ്വേജ് ലേണിംഗ് അവരുടെ ആ കോണ്ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ടീച്ചർമാർ, ടീച്ചർ ഷുഡ് ഓൾസോ ബി എ ലാംഗ്വേജ് ടീച്ചർ, ഐ മീൻ ഷുഡ് ഓൾസോ ബി എ കരിക്കുലം ഡെവലപ്പർ. മെറ്റീരിയൽ ഡെവലപ്പിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് പലപ്പോഴും നമ്മൾ when I have developed many English teaching programs, പ്രത്യേകിച്ച് when I was working in a college some years back, I used to conduct courses. അപ്പൊ അവിടെ അതിന് ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഉണ്ടാവില്ല. സോ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഐ വുഡ് ഡെവലപ്പ് ഓരോ ദിവസം ഓരോ ലെസൺ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഐ യൂസ് ടു ടീച്ച്. അറൗണ്ട് വീഡിയോ ആയിരിക്കും, ഒരുപാട് ഡിസ്കഷനൊക്കെ ഉള്ള ഓരോ ക്ലാസ് ആയിരിക്കും. Many of my colleagues found it very difficult to work with me because they all wanted a textbook. They are used to working with textbooks. Finally, ഞാനൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കി, എല്ലാം വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കി. അതൊക്കെ ഇങ്ങനെ സ്ട്രീം ലൈൻ ചെയ്ത് വന്നപ്പോൾ ഇറ്റ് വാസ് ടൈം ഫോർ മീ ടു ലീവ് ദ കോളേജ്. ഐ ലെഫ്റ്റ് ആൻഡ് കെയിം ടു ദ യൂണിവേഴ്സിറ്റി. ദാറ്റ് ഇസ് എൻ ഓൾഡ് സ്റ്റോറി. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയ വലിയ സംഭവമൊന്നുമല്ല. ബിക്കോസ് അത് പറ്റുന്ന വെച്ചാൽ നമ്മുടെ ഗ്രൂമിങ്ങിന്റെ ഇഷ്യൂ ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് പ്രോപ്പറായിട്ട് പഠിച്ചിരുന്നെങ്കിൽ അധ്യാപകർക്ക് അറിയാൻ പറ്റും. നമുക്ക് കരിക്കുലം ഡെവലപ്പ് ചെയ്യാനുള്ള അധികാരം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബിക്കം വെരി ഇൻഡിപെൻഡന്റ്, വെരി പവർഫുൾ. അപ്പൊ നമ്മൾക്ക് തന്നിട്ടുള്ള കരിക്കുലത്തിനെ ചെറുതായിട്ട് ബെൻഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൂടെ നമുക്കുള്ളത് നല്ലതാണ്. പക്ഷേ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ടീച്ചേഴ്സ് ടു ഡു ദാറ്റ്. ഫോർ മൈ എക്സ്പീരിയൻസസ് ലേറ്റർ, ഒരു 4 വർഷം മുമ്പ് ഐ ഡെവലപ്ഡ് എ ടെക്സ്റ്റ് ബുക്ക് ഫോർ ടീച്ചിങ് ഇംഗ്ലീഷ്. അത് ഗുഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാക്ഷരതാ മിഷന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. നല്ല മലയാളം, അച്ചി ഹിന്ദി, ഗുഡ് ഇംഗ്ലീഷ്, ഈ 3 സാധനങ്ങൾ. ഒരുപാട് പേര് അത് ഇപ്പോഴും കേരളത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഐ വാസ് ആസ്ക്ഡ് ടു ഡെവലപ്പ് ദി കരിക്കുലം ഫോർ ദാറ്റ് ആൻഡ് ദേ വാണ്ടഡ് എ ബുക്ക്. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഐ ഡെവലപ്ഡ് എ ബുക്ക്. ധൃതി വെച്ച് ചെയ്യേണ്ടി വന്നു, അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിലും ഇറ്റ് ഇസ് കുറെയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ബുക്ക് എന്ന് പറയുന്നത് പിന്നെ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഉദ്ദേശിച്ചത് ഈ ഓരോ സ്ഥലങ്ങളിലും അധ്യാപകർ ആ ബുക്കിനെ ചെറുതായിട്ട് മാറ്റിയിട്ട് അവരുടെ കോണ്ടെക്സ്റ്റ് ഒക്കെ കൊണ്ടുവരുമെന്നാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ഒക്കെ ഞാൻ എഴുതിയിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും നടക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. Though the book is being taught all over Kerala in different parts, particularly in northern Kerala, it is very done with very great seriousness. പക്ഷെ അത് ഞാൻ ഈ പറഞ്ഞ ടീച്ചർമാർക്ക് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം ടു അഡാപ്റ്റ് മെറ്റീരിയൽ ദേ ഹാവ്, അത് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് അതൊരു സ്വാതന്ത്ര്യവുമാണ്, വലിയൊരു ഉത്തരവാദിത്വമാണ്. സോ ഫോർ യു ടു അഡാപ്റ്റ് യുവർ മെറ്റീരിയൽ ഈസ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. അതിനുള്ള നോളജ് നമുക്ക് ഉണ്ടാവണം. ആ നോളജ് വിൽ കം ത്രൂ കോൺസ്റ്റന്റ് ഇഫേർട്ട്. അപ്പൊ എനിവേ, അപ്പൊ ടീച്ചർമാർക്ക് ഇങ്ങനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് നമ്മൾ പലരും ബോധവാന്മാരില്ലാന്നേ ഉള്ളൂ. നമ്മുടെ ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാർ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് അപ്പനെ ബെച്ചെ കേലി എന്ന് പഠിപ്പിക്കുകയല്ല വേണ്ടത്. ആ ടെക്സ്റ്റ് ബുക്കിൽ അവിടെ കിടക്കട്ടെ. അവിടെ നമ്മൾക്ക് ഓരോ ദിവസവും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് യു ഡെവലപ്പ് എ ലിറ്റിൽ ലെസൺ ഫോർ ദം ആൻഡ് വർക്ക് വിത്ത് ദം. ദാറ്റ് ഇസ് ദി ഇമ്പോർട്ടന്റ് തിങ്, വെദർ ഇറ്റ് ഇസ് ഹിന്ദി ഓർ മലയാളം ഓർ വാട്ട് എവർ യു ആർ ടീച്ചിങ്. ഹിന്ദി ഓർ ഇംഗ്ലീഷ്. മലയാളം പഠിപ്പിക്കുന്നതിന് വേറെ സ്ട്രാറ്റജിയാണ്, മദർ ടങ്, L1 ആണ്. Okay, design high quality language lessons. Prepare and design quality focused material for that. I have I have watched English teaching in some other countries. അവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അവർക്കൊരു ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ടാവും, ബട്ട് ഈച്ച് ഡേ ദ ടീച്ചർ കംസ് വിത്ത് ടീച്ചർ ഡെവലപ്ഡ് കോണ്ടന്റ്. അത് കുട്ടിയുടെ അവിടുത്തെ ലോക്കലായിട്ടൊരു പത്രത്തിലോ ഒന്നൊരു വാർത്തയോ അവിടെ ലോക്കലായിട്ടൊരു ഈവന്റിനെ കുറിച്ചോട്ടോ റൈറ്റപ്പ് ഒക്കെ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അത് മേ ബി ടീച്ചേഴ്സ് കളക്റ്റീവ്ലി ഡു ഓൾസോ. ഒരു ടീച്ചർ ഡെവലപ്പ് ചെയ്യും, അത് കുറെ ക്ലാസ്സുകളിൽ അവർ ആ മെറ്റീരിയൽ ഷെയർ ചെയ്യും. ഓൾ ദോസ് തിങ്സ് ഹാപ്പൻ. ഒരു പുസ്തകം എടുത്ത് വെച്ച് പഠിപ്പിക്കുക എന്നുള്ള സമ്പ്രദായം ഒക്കെ മാറേണ്ട സമയമായി. പല സ്ഥലങ്ങളിലും അത് മാറിയിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ഡെവലപ്പിംഗ് ഹൈ ക്വാളിറ്റി ലെസൺ പ്ലാൻസ് ആൻഡ് ലെസൺസ്. നമ്മളിവിടെ കുറേയധികം സമയം കിടന്ന് ലെസൺ പ്ലാൻ ഉണ്ടാക്കില്ല. ലെസൺ പ്ലാൻ ഇസ് എ ബ്രോഡ് ഔട്ട്ലൈൻ. അതിന് മണിക്കൂറുകളൊന്നും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ്സ് എ ബ്രോഡ് ഔട്ട്ലൈൻ വിച്ച് യു ക്യാൻ ക്രിയേറ്റ് ക്വിക്ലി. വാട്ട് ഇസ് ഇമ്പോർട്ടന്റ് ഇസ് സ്ട്രക്ചറിങ് യുവർ ലേണിംഗ് യുവർ ലെസൺ മെറ്റീരിയൽ. ക്വാളിറ്റി ഫോക്കസ് മെറ്റീരിയൽ വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഒന്ന് നോയിങ് ദ ലേണേഴ്സ്, ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. ഓൺലി ഇഫ് യു നോ ദ ലേണേഴ്സ് വിൽ യു നോ വാട്ട് കൈൻഡ് ഓഫ് ലെവൽ യു ഷുഡ് പിച്ച് യുവർ ക്ലാസ്സസ്. ആ ക്ലാസ്സിനകത്ത് ഹൈലി ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള കുട്ടികളുണ്ടോ,
will peer mentoring work? ഇതെല്ലാം നമ്മൾ അറിയണമെങ്കിൽ know your learners. Then two is create conditions for language learning. Design high quality language lessons. ചില ലാംഗ്വേജ് ക്ലാസ്സുകളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്യുക രീതിയൊക്കെ ഉണ്ട്. നമുക്ക് അത് ചെയ്യാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, ബിക്കോസ് അവർ ക്ലാസ് റൂംസ് ആർ സെറ്റ്. അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും, പരിമിതികളുണ്ട്. അപ്പോൾ ഡിസൈൻ ഹൈ ക്വാളിറ്റി ലാംഗ്വേജ് ലെസൺസ്, മോണിറ്റർ ആൻഡ് അസസ് ലാംഗ്വേജ്. അത് ഇനി അടുത്താണല്ലോ. അഡാപ്റ്റ് ക്രിയേറ്റ്, എവിടെ പോയി 3, ഡിസൈൻ ഹൈ ക്വാളിറ്റി ലാംഗ്വേജ് ലെസൺ. 4, അഡാപ്റ്റ് ലാംഗ്വേജ് ലെസൺ ഡെലിവറി ആസ് നീഡഡ്. അതും ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വാസ്തവത്തിൽ നമ്മൾ എന്തൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇഫ് ഇറ്റ് ഡസന്റ് വർക്ക് വിത്ത് അവർ ലേണേഴ്സ് ദെൻ യു ഷുഡ് നോട്ട് ഡു ഇറ്റ്. ദാറ്റ്സ് അനദർ ഇമ്പോർട്ടന്റ് തിങ് എ ടീച്ചർ ഷുഡ് റിമെമ്പർ. വളരെയധികം ശ്വാസം പിടിച്ച് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ വെച്ചേക്കുന്ന ആ ലെവലിൽ നിന്നാൽ ചിലപ്പോൾ യു വിൽ ബി ഡീലിംഗ് വിത്ത് പീപ്പിൾ ഹു ആർ ഓഫ് എ ടോട്ടലി ഡിഫറെന്റ് ലെവൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ, യു ആർ ഡീലിംഗ് 8th standard student. 8th standard textbook is with you. Your post material is there. But you are teaching in a rural area. ആട്ടപ്പാടിയിലൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നു. പിള്ളേർക്ക് 1ാം ക്ലാസ്സിന്റെ ലെവൽ പോലും ഇല്ല. അങ്ങനെ വരുമ്പോൾ നമ്മളവിടെ മസിൽ പിടിച്ച് 8ാം ക്ലാസ്സിലെ പാഠം പഠിപ്പിച്ചിട്ട് പോയാൽ ശമ്പളം കിട്ടും, വേറെ ഒരു കാര്യവും കിട്ടൂല. പിന്നെ കുട്ടികൾക്ക് ഒരു പ്രയോജനം ഉണ്ടാകാനും പോകുന്നുണ്ട്. അവിടെ വേണ്ടത് ഈ 8ാം ക്ലാസ്സിലെ സാധനം എടുത്ത് മാറ്റി വെച്ചിട്ട് യു കം ഡൗൺ ടു ദെയർ ലെവൽ ആൻഡ് ഡു. അപ്പം എന്തായിരുന്നാലും അവിടെ ഒരുപാട് കോംപ്രമൈസിന്റെ ആവശ്യമാണ്. തെറ്റൊന്നുമില്ല അതിനകത്ത്. അഡോപ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൾസ് ഓഫ് ദ ക്ലാസ് ആൻഡ് ചേഞ്ച് ആൻഡ് മോഡിഫൈ അക്കോർഡിംഗ് ടു ദി തിങ്സ് ഇൻ ദ ക്ലാസ്. ക്ലാസ് അനുസരിച്ച് ഇതിനൊക്കെ ടീച്ചർമാർക്ക് വേണ്ടത്, ഇതിനെക്കുറിച്ച് നോളജ് വേണം. ആൻഡ് ദ ടീച്ചർ ഷുഡ് ഹാവ് ദ വില്ലിംഗ്നെസ് ടു അഡാപ്റ്റ്. നമ്മൾ വളരെ റിജിഡാണ്. നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് വന്നിട്ടുള്ള ആൾക്കാരെല്ലാം വളരെ റിജിഡാണ്. നമ്മൾ പൊതുവെ കാര്യങ്ങളിൽ ഫ്ലെക്സിബിലിറ്റി നമുക്ക് വളരെ കുറവാണ്. ഫ്ലെക്സിബിലിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ടീച്ചർ. നമ്മൾ മുൻവിധിയോടുകൂടി ഒരു ക്ലാസ്സിൽ പോയിട്ട് കുട്ടികളിൽ നിന്ന് പെർഫോമൻസ് പ്രതീക്ഷിക്കാൻ പാടില്ല. യു നീഡ് ടു ബി വെരി ഫ്ലെക്സിബിൾ. യു നീഡ് ടു വി ആർ ഡീലിംഗ് വിത്ത് എ വെരി വോളറ്റൈൽ, വെരി ഡൈനമിക് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. നമ്മൾ ഡീൽ ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ വളരെ ജൈവമായിട്ടുള്ളതാണ്. അത് ഓരോ ദിവസവും ഓരോ ക്ലാസ്സിലും ആ ഡൈനാമിക്സിൽ വ്യത്യാസമുണ്ട്. പീപ്പിൾ ഹു ആർ അവരുടെ അന്നത്തെ മൂഡും എല്ലാം അതിനെ അഫക്റ്റ് ചെയ്യും. അപ്പൊ അതെല്ലാം വെച്ചിട്ട് നമ്മൾ ക്ലാസ്സസ് ചെറുതായിട്ട് മോഡിഫൈ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവണം. ഇതെല്ലാം നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു ക്ലാസ്സിനെ കുറിച്ചല്ല. വി ആർ ടോക്കിംഗ് അബൌട്ട് ലാംഗ്വേജ് ലേണിംഗ് ക്ലാസ്സസ്. ലാംഗ്വേജ് ലേണിംഗ് ക്ലാസ്സസ് ഷുഡ് ബി very very interesting, very very relaxed kind of places. Then the 5th principle is perhaps monitoring and assessing language development. അത് അസസ്മെന്റ് എന്നുള്ള സാധനം, ഇവാലുവേഷൻ എന്നുള്ള കാര്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. And again, ഈ മോണിറ്ററിങ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ we may think of exams and we may think of giving them scores and saying that നിങ്ങളൊന്നും ശരിയല്ല, കണ്ട മാർക്കൊക്കെ കുറയുന്നു, നിങ്ങളെല്ലാം ഭാവിയിൽ റിക്ഷ വലിക്കുന്ന ആൾക്കാരായി തീരും എന്നൊക്കെ പറയുന്ന രീതിയുണ്ട്. അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ പരീക്ഷ നടത്തുന്നത്. എക്സാമിനേഷൻ എന്ന് പറയുന്നത്, അസസ്മെന്റ് എന്ന് പറയുന്നത് കുട്ടികളെ അറിയണമെന്നില്ല. യു ക്യാൻ അസസ് സ്റ്റുഡൻസ് വിതൗട്ട് ദം ഈവൻ നോയിങ് ഇറ്റ്. റെഗുലർ ആക്ടിവിറ്റീസിലൂടെ ഒക്കെ അസസ് ചെയ്യാം. ഇറ്റ്സ് കോൾഡ് കോൺസ്റ്റന്റ് അസസിങ്, കോൺസ്റ്റന്റ് ആയിട്ടുള്ള അസസ്മെന്റ്. മെനി സ്കൂൾസ് ഓൾറെഡി ഡു ദാറ്റ്. അപ്പൊ ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള അസസ്മെന്റ്, മോണിറ്ററിങ്, എക്സ്ട്രാ കെയർ കൊടുക്കണം. അതനുസരിച്ച് നമ്മുടെ ക്ലാസ് സ്ട്രാറ്റജീസ് മാറ്റി, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഫൈനലി ദ 6th എന്ന് പറയുന്നത് എൻഗേജ് ആൻഡ് കൊളാബറേറ്റ് വിത്തിൻ എ കമ്മ്യൂണിറ്റി ഓഫ് പ്രാക്ടീസ്. ഇതില് ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം ഈ ക്ലാസ് റൂമിനകത്ത് യു ആർ മാനേജിങ് യുവർ ലാംഗ്വേജ് ലേണിംഗ് വിത്തിൻ ദ ക്ലാസ് റൂം. ബട്ട് റിമെമ്പർ, ലാംഗ്വേജ് ലേണിംഗ് ഡസന്റ് ഹാപ്പൻ വിത്തിൻ ദ ക്ലാസ് റൂം. ലാംഗ്വേജ് ലേണിംഗ്, ഐ ടെൽ യു ആൻ ആന്റിക്ഡോട്ട്. ഒരു 13-ലാണ് there was a competition in India. അത് എന്താണ്, റീലോ എന്നൊരു സ്ഥലമുണ്ട്, റീജിയണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓഫീസ് ഓഫ് ദ US Embassy. US Embassy announced a competition that was India and Pakistan. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഒരു 15 മറ്റോ അധ്യാപകരുടെ ഒരു ലിസ്റ്റ്, 15 പേര് they selected 15 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ടീച്ചേഴ്സ് ഫ്രം ഇന്ത്യ ആൻഡ് 15 ടീച്ചേഴ്സ് ഫ്രം പാകിസ്ഥാൻ. അവരുടെ മുഴുവൻ ഇമെയിൽ ID ഒരുമിച്ചിട്ടിട്ട് they send an email to all these teachers. See, you are given an opportunity. So I am given
ആറോ ഏഴോ പത്തോ പാകിസ്ഥാനി ടീച്ചേഴ്സിന്റെ ഇമെയിൽ ഐഡീസും പേരുമാണ്. And I am to communicate with these people and agree to work with one of them. അവരോട് ചേർന്ന് I am supposed to develop a workshop proposal and submit it. അപ്പൊ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ they will select, അതിനകത്ത് നിന്ന് 5 or 6 ടീംസിനെ they will select, and അങ്ങനെയാണ് funded you to go to Nepal and present in the Delta conference in 2013. It was interesting ആയിട്ടുള്ള ഒരു സംഗതി. And I collaborated with, I sent emails to a couple of teachers, and then I also received a few emails. Finally, I worked with a lady named Zanab. നമ്മുടെ സൈനബയാണ് Zanab എന്ന് പറയുന്നത്. Zainaba and Zanab and I worked together. അപ്പൊ അന്ന് ഞങ്ങൾ വർക്ക് ചെയ്ത ടോപ്പിക് വാസ് ദിസ്, ടീച്ചിങ് ഇംഗ്ലീഷ് ഔട്ട്സൈഡ് ദി ക്ലാസ് റൂം. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് എൻകൗണ്ടർ ചെയ്തെങ്കിലും I found that a very, very relevant area. And the workshop, I am not very happy about how it worked out and all that. But that was an eye-opener for me. That thought of teaching, learning. Even I wasn't aware how much learning was happening outside the classroom. How much എന്നല്ല, ലേണിംഗ് എന്ന് പറയുന്ന സാധനം തന്നെ നടക്കുന്നത് ക്ലാസ് റൂമിന് പുറത്താണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നൗ ഇതൊരു ഹയർ ലെവൽ സംഗതിയാണ്, മുതിർന്ന ആൾക്കാരുടെ PG ലെവലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടെ കുറെ കാര്യങ്ങൾ പറയുന്നു. When I am talking to you now, there is no scope for interaction because contact sessions one way ആണ്. ഈ നടക്കുന്ന പ്രക്രിയയുടെ എല്ലാം ആവിഷ്കാരം എന്ന് പറയുന്നത് ഇറ്റ് ഹാപ്പൻസ് ഇൻ ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് ദാറ്റ് ആർ ടു കം ഫോളോ. നിങ്ങൾ ഇതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് പിന്നെ വായിക്കുകയോ ഓരോന്നിനെ കുറിച്ച് വീണ്ടും ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് യുവർ ലേണിംഗ് ഓഫ് ദീസ് തിങ്സ്, നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന എന്തായിരുന്നല്ലോ, വെദർ ഇറ്റ് ഇസ് കൾച്ചറൽ സ്റ്റഡീസ് ഓർ വാട്ട് എവർ, this actual learning happens over a much longer time and outside the formal constraints or the formal boundaries of a class. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ നോളജ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ഓഫൻ അബൌട്ട് ലാംഗ്വേജ് ടീച്ചിങ് വി അസ്യൂം ദാറ്റ് ലാംഗ്വേജ് ലേണിംഗ് ഹാപ്പൻസ് വിത്തിൻ ദ ക്ലാസ്. അങ്ങനെയല്ല, ക്ലാസ്സിനകത്ത് വളരെ കുറച്ചേ നടക്കുന്നുള്ളൂ. ഈ കുട്ടികളെ നമ്മൾ ക്ലാസ്സിന് പുറത്തു പോയിട്ട് അവന്റെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. So that is community of practice. The community of practice on the notion alla njan 13 when I was preparing for the workshop and I first came across, because Anna I had not started teaching ELT as a lesson. So I was doing it because I liked it. Communities of practice. Yeah, even here it's very relevant. നമ്മൾക്ക് ആൾക്കാർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത് കാരണം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ അവസരങ്ങളില്ല, അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടികൾ ഒരുപാട് ഇംഗ്ലീഷ് പഠിച്ചു, ഇന്റർവ്യൂവിന് പോയിട്ട് തപ്പി എന്നൊക്കെ നമ്മൾ പറയും. എങ്ങനെ തപ്പാതിരിക്കും? അത് ആരാണെങ്കിലും തപ്പുമല്ലോ. നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ ഹിന്ദി ഉപയോഗിക്കാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഹിന്ദി പറയാൻ പറഞ്ഞാൽ എത്ര ഹിന്ദി അറിയാമെങ്കിലും അയാൾക്ക് അത് സ്വാഭാവികമായിട്ട് വരില്ല. ബിക്കോസ് ദ ഇഡിയോമാറ്റിക് എക്സ്പ്രസീവ് കൈൻഡ് ഓഫ് ലാംഗ്വേജ് ഇസ് എ ടോട്ടലി ഡിഫറെന്റ് സ്കിൽ. സോ ഇഫ് യു വാണ്ട് ടു ഡെവലപ്പ്, you can't do that in the classroom. Classroom-nathu ഞാൻ പറഞ്ഞ പോലെ 5 minutes of English പോലത്തെ ചില സ്ട്രാറ്റജീസ് ചെയ്യാൻ പറ്റും. But if you want to actually speak English, if you want your students to speak English, create communities of practice where they interact outside the classroom and have a lot of practice in speaking. അത് അങ്ങനെ ഒരു സംഗതിയുണ്ട്, communities of practice. So we covered an area called the distinction between language acquisition and language learning. That's what we did now. We won't take a break. We'll go on for some more time, and I'm planning to stop at 8:30. We'll quickly go through these aspects: behaviorism, cognitivism, and constructivism, and structuralism. Neophytia and the matter. Yeah, അത്രയും മാത്രം ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. Because these are things you have already studied in your linguistics class. അതുകൊണ്ട് ഒരുപാട് എന്ത് പറയേണ്ട കാര്യമില്ല. But I'm contextualizing them. Applied linguistics in the context, I'm looking at these aspects. Behaviorism നമുക്ക് ആദ്യം നോക്കാം. Behaviorism ഇത് നമ്മളിപ്പോ എന്താണ് നോക്കുന്നത് വെച്ചാൽ സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറയും. നമ്മള് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ലാംഗ്വേജ്, ഒരു ഭാഷ പഠിക്കുന്നതിനെ കുറിച്ച് ഉള്ള ധാരണകൾ എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ദി നോളജ് അബൌട്ട് ഹൗ ലാംഗ്വേജസ് ലേൺ ഈസ് വെരി സ്കാൻഡി.
അതിനെക്കുറിച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാവും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാത്തതുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കാലാകാലമായിട്ട് അറ്റംപ്റ്റ്സ് പീപ്പിൾ മെയ്ഡ് ടു ലേൺ ഹൗ ലാംഗ്വേജ് ഇസ് അക്വയർഡ് ആണ് നമ്മൾ പറയുന്നത്. സോ വൺ ഇസ് ബിഹേവിയറിസം. ബിഹേവിയറിസം എന്ന് പറയുന്നത് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സിലൊക്കെ വരുന്ന ഒരു സംഗതിയാണ്. എങ്ങനെയാണ് ലാംഗ്വേജ് ഇസ് ലൈക്ക് അനദർ ഹാബിറ്റ്. കുറെയൊക്കെ അത് ശരിയുമാണ്. ഐ വാസ് തിങ്കിങ്, ഈ എന്റെ വീട്ടിൽ നിന്ന് കാറ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത് ഒരു 90 ഡിഗ്രി ആംഗിളിൽ ടേൺ ചെയ്തിട്ട് വേണം കാർ എന്നത് കേട്ട്. അപ്പൊ അങ്ങനെ കേട്ടിട്ട് ഈ കാറ് പുറത്തോട്ട് എടുക്കുമ്പോൾ വാട്ട് ഐ നീഡ് ടു ഡു ഇസ് ഐ നീഡ് ടു ബി വെരി കെയർഫുൾ. ഐ നീഡ് ടു ടേൺ ദ സ്റ്റിയറിംഗ് വീൽ ടു ദ മാക്സിമം ടു ദ റൈറ്റ് ഫസ്റ്റ്, മൂവ് ടു സം എക്സ്റ്റെന്റ്, സ്റ്റോപ്പ് ആൻഡ് ടേൺ ദ സ്റ്റിയറിംഗ് വീൽ മാക്സിമം ടു ദ ലെഫ്റ്റ്. ഇങ്ങനെ 2-3 ഓപ്പറേഷൻ ചെയ്താലേ കാറ് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഞാൻ കാർ ഉപയോഗിക്കാൻ തുടങ്ങി ഒരു ഘട്ടത്തിലും ഇതിനെക്കുറിച്ച് ഞാൻ കോൺഷ്യസ് ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് തിരിക്കും, അങ്ങോട്ടെടുക്കും ഇങ്ങോട്ടെടുക്കും, കാറിന്റെ സൈഡ് എടുത്തുകൊണ്ടിരിക്കും. ഈ കലാപരിപാടികൾ ഒരുപാട് വർഷങ്ങൾ തുടർന്നുകൊണ്ട് ഐ വാസ് നോട്ട് അപ്ലൈയിങ് മൈ മൈൻഡ്. ഇപ്പൊ നമ്മൾ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോഴും ഒരു ഹാബിറ്റാണ്. നമ്മൾ ക്ലംസി ആയിട്ടുള്ള ഹാബിറ്റ് നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് അങ്ങനെ തുടർന്ന് വന്നിരിക്കാം. ബട്ട് ദെൻ അബൌട്ട് എ ഇയർ ഓർ സോ ബാക്ക് വീട്ടിൽ കുറച്ച് പണിക്കാരുണ്ടായിരുന്നു. അവര് കാർഷെഡിന്റെ ഭാഗത്തൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കാൻ. സോ വെൻ ഐ ടേൺ ഹി സെഡ്, സാർ ഇത് ഇത്രയും കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ, സാർ ഫുള്ളായിട്ട് തിരിച്ചിട്ട് വണ്ടി എടുക്കും, എന്നിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ തിരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ദെൻ ഐ കോൺഷ്യസ്ലി അപ്ലൈഡ് മൈ മൈൻഡ് ആൻഡ് ഡിഡ് ഇറ്റ്. ഇപ്പോഴും ചില സമയത്ത് ഞാൻ കോൺഷ്യസ്, ഞാൻ കൃത്യമായിട്ട് ഇത് ചെയ്യും. പക്ഷെ കോൺഷ്യസ് അല്ലാത്ത സമയത്ത് ഞാൻ വീണ്ടും പഴയതുപോലെ ഉള്ള അഭ്യാസമൊക്കെ കാണിച്ച് കാർഷെഡിന്റെ കുറച്ച് ഭാഗം ഇടിച്ച് കളയും, വണ്ടിയുടെ ബമ്പറും കുറച്ച് ഭാഗം ഇടിച്ച് കളയും, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ദിസ് ഇസ് ബിക്കോസ് ഇറ്റ്സ് എ മെക്കാനിക്കൽ ആക്ട്. ബുദ്ധി ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, മെക്കാനിക്കൽ ആയിട്ടുള്ള ആക്ട് ആണ്. അതൊരു ഹാബിറ്റാണ്. ഐ ഹാഡ് ഡെവലപ്ഡ് എ റോങ് ഹാബിറ്റ്. ഞാൻ തുടക്കത്തിലെ കൃത്യമായിട്ട് റൈറ്റ് ഹാബിറ്റ് ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അന്ന് മുതൽ കൃത്യമായിട്ട് ഈ ഒരു സംഗതി ഫുൾ വളച്ച് ചെയ്തേനെ. പക്ഷെ 10-20 വർഷം ഒരു റോങ് ഹാബിറ്റ് അൺകോൺഷ്യസ് ആയിട്ട് ചെയ്തിട്ട് അത് മാറ്റാൻ വലിയ പാടാണ്. അപ്പൊ ഈ ഹാബിറ്റ് ഫോർമേഷൻ, അപ്പൊ ഐ വാസ് തിങ്കിങ് ഇറ്റ് ഇസ് വെരി സിമിലർ ടു ദ വേ വി ഹാവ് മെനി റോങ് ഹാബിറ്റ്സ് ഇൻ ലാംഗ്വേജ്. ഭാഷാ പ്രയോഗത്തിലുള്ള പല മിസ്റ്റേക്കുകൾ ഇതുപോലെ ഉണ്ട്. അൺകോൺഷ്യസ് ആണത്. കോൺഷ്യസ് ആകുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യും, അല്ലാത്ത സമയത്ത് വീണ്ടും പഴയതുപോലെ ചെയ്യും. അപ്പോ ടു എ ലാർജ് എക്സ്റ്റെന്റ് ദ നോഷൻ ദാറ്റ് ലാംഗ്വേജ് ഇസ് ഹാബിറ്റ് ഫോർമേഷൻ ഇസ് റൈറ്റ്. ഈ ബിഹേവിയറൽ ലിംഗ്വിസ്റ്റിക്സ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞത്, ലാംഗ്വേജ് ലേണിംഗ് ഈസ് ഓൾസോ എ ഹാബിറ്റ് ഫോർമേഷൻ ലൈക്ക് മെനി അതർ ഹാബിറ്റ്സ് ദാറ്റ് വി ഫോം ഓവർ അവർ ലൈഫ്. അപ്പോൾ അവരുടെ ഐഡിയ അനുസരിച്ച് യു ആർ ബോൺ വിത്ത് നത്തിങ്, നോ ലാംഗ്വേജ്. നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭാഷയില്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ടാബുല റാസ, ഒരു ക്ലീൻ സ്ലേറ്റ് ആയിട്ടാണ് ജനിക്കുന്നത്. ആൻഡ് ദെൻ യു ആർ എക്സ്പോസ് ടു സോ മച്ച് ലാംഗ്വേജ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻപുട്ട് പോലത്തെ ഒരു കാര്യം, ഒരുപാട് കേൾക്കുന്നു, അതെല്ലാം നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്രോപ്രിയേറ്റ് സ്ഥലങ്ങൾ വരുമ്പോൾ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ തരത്തിലാണ് ബിഹേവിയറിസ്റ്റ് were explaining the learning of language. And they also talked about these things, conditioning എന്നൊരു കാര്യം അവർ പറഞ്ഞു, ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഓപ്പറന്റ് കണ്ടീഷനിങ്. ലാംഗ്വേജ് ലേണിംഗ് ഈസ് എല്ലാ ഹാബിറ്റ് ഫോർമേഷനും ഒരുതരം കണ്ടീഷനിങ് ആണ്. ഇതൊക്കെല്ലാം ഈ ബിഹേവിയറിസ്റ്റിന്റെ പല കാര്യങ്ങളും വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ പല റിലീജിയസ് ബിലീഫ്, പല എത്തിക്കൽ കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ, നമ്മുടെ മൊറാലിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങൾ, വാല്യൂസ്, ഇതെല്ലാം നമ്മൾ കണ്ടീഷനിങ് കൊണ്ട് ആയിട്ടുള്ളതാണ്. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ കണ്ടീഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ധാരണകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറാൻ വലിയ വലിയ പാടാണ്. അതുകൊണ്ടാണ് വളരെയധികം വിദ്യാഭ്യാസമുള്ള, വളരെ അറിവുള്ള, അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർക്കും അവരുടെ മതത്തിന്റെ കാര്യം പോലും വളരെ നാരോ മൈൻഡഡ് ആയിട്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് വളരെ നാരോ മൈൻഡ് ആയിട്ടിരിക്കാൻ പറ്റും. വലിയ വിശാല മനസ്കതയും വലിയ സങ്കുചിത മനസ്കതയൊക്കെ ഒരുമിച്ച് പോകാനൊക്കെ നമുക്ക് കഴിയും. കാരണം ഈ സങ്കുചിതാവസ്ഥ പലപ്പോഴും കണ്ടീഷനിങ് കൊണ്ട് നമ്മൾ അറിയാതെ ചെറുതിലെ ഉണ്ടായി വന്ന ചില കാര്യങ്ങളാണ്. സോ ദാറ്റ് ഇസ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഒരു ഹാബിറ്റ് ഇങ്ങനെ മനസ്സിൽ രൂഢമൂലമാകുന്നതിനെയാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ they talk about two kinds of conditioning, classical conditioning and operant conditioning. അതെന്താണെന്ന് വെച്ചാൽ, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്തു വരുമ്പോൾ അത് ഒരു ശീലമാകും. അതായത് ഒരു പട്ടിക്ക് നമ്മൾ ഭക്ഷണം എല്ലാ ദിവസവും ഒരു സമയത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ആ സമയത്ത് ഭക്ഷണം കഴിക്കാനുള്ള ഒരു വില്ലിങ്നെസ് അതിന്റെ ആ പട്ടിക്കൊണ്ട് അവന്റെ വായിൽ സലൈവയൊക്കെ ഫോം ചെയ്യും. അപ്പൊ ആ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാം ഒരു ബെല്ലടിക്കുകയാണെങ്കിൽ
ആ പട്ടി ഭക്ഷണവും ബെല്ലുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. ആൻഡ് ദ നെക്സ്റ്റ് ആൻഡ് a point of time you stop giving the food but just rings the bell, the dog will salivate. This is the idea. അപ്പൊ അത് ഒരു ഹാബിറ്റ് ഫോർമേഷന്റെ ഒരു എക്സാമ്പിൾ. അതിനെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയും. ആൻഡ് ദെൻ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കൂട്ടിൽ അടച്ചിരിക്കുന്ന ഒരു പക്ഷി ഒരു ലിവറിൽ ചെന്ന് അറിയാതെ ഞെക്കുമ്പോൾ അതിനൊരു കപ്പലിന്റെ കിട്ടുമെന്ന് വെച്ചോ. അപ്പം അറിയാതെയാണ് സംഭവിക്കുന്നത്. കുറെ കഴിയുമ്പോൾ the bird will find out that if whenever I press this I'll get a peanut, so it will start going and pressing it after a while. എന്റെ ബുദ്ധിയുടെ അനുസരിച്ചിരിക്കുന്നത് പക്ഷികൾക്ക് ഒരു രീതിയാണ്. animals, higher animals like mammals will have another way of that. അപ്പൊ ഇതിനെ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ലാംഗ്വേജ് ലേണിങ്ങിനെ ബിഹേവിയറിസ്റ്റ് കണ്ടിരുന്നത്. അതുകൊണ്ട് they would encourage punishment a lot. They insist on correctness. വീണ്ടും റെപ്പറ്റീഷൻ, ഡ്രിൽസ് ഒക്കെ അവര്. അപ്പൊ നമ്മുടെ ഇന്നും പല സ്കൂളുകളിലും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ ബിഹേവിയറിസ്റ്റ് പാറ്റേണിലുള്ള ഒരു സംഗതിയാണ്. അതായത് അത് പാർട്ട്ലി ഇംപെർഫെക്റ്റ് ആണ് നോളജ്, ബിക്കോസ് ലാംഗ്വേജ് ഇസ് നോട്ട് ജസ്റ്റ് ഹാബിറ്റ് ഫോർമേഷൻ. നേരത്തെ പറഞ്ഞ ഹാബിറ്റ് ഫോർമേഷൻ വലിയ എലിമെന്റ് ഉണ്ടെങ്കിലും അത് നോട്ട് പ്യുവർലി ദാറ്റ്. അതുകൊണ്ട് ഇപ്പം ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കമന്റ് കിട്ടുമ്പോൾ നമ്മളത് റീഇൻഫോഴ്സ്ഡ് ആകുമെന്നും, അല്ല പണിഷ്മെന്റ് ആണെങ്കിൽ അതിന് പിന്തിരിയുമെന്നും ഒക്കെയുള്ള കുറെ കാര്യങ്ങളാണ് ബിഹേവിയറിസ്റ്റിനുള്ളത്. ഇതിനകത്ത് കുറേയധികം ഇപ്പോഴും നമ്മൾ വളരെയധികം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻ ദ ക്ലാസ് റൂം വെൻ പീപ്പിൾ മേക്ക് ഗുഡ് അറ്റംപ്റ്റ്, അപ്രീസിയേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഒരുതരം റീഇൻഫോഴ്സ്മെന്റ് ആണ്, അതൊക്കെ ഉണ്ട്. ബട്ട് ദെൻ ബേസിക് ആയിട്ട് ബിഹേവിയറിസ്റ്റിനുള്ള അപാകതകൾ എന്ന് പറയുന്നത് they kind of imagine that human beings just took in the language that they heard. ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു മൈൻഡിലേക്ക് ഭാഷ ഇങ്ങനെ വരും, അതിനെ മനസ്സിൽ സൂക്ഷിക്കുകയും ആവശ്യത്തിന് വീണ്ടും ഉപയോഗിക്കും. പക്ഷെ അത്ര ലളിതമായിട്ടല്ല നമ്മൾ ഭാഷ പഠിക്കുന്നതെന്ന് പിൽക്കാലത്ത് വന്ന ആൾക്കാർ പറഞ്ഞു. ലൈക്ക് കോഗ്നിറ്റിവിസ്റ്റ് ലേറ്റർ സെഡ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. അതിനകത്തൊരു ഓർഗനൈസിങ് സംഗതിയാണ്. ഇറ്റ്സ് ലൈക്ക് യുവർ മൈൻഡ് ഇസ് നോട്ട് എ പ്ലെയിൻ വാട്ട് ഷാൽ വി സേ, ഒരു ബ്ലാങ്ക് ടേപ്പ് അല്ല. കേൾക്കുന്ന നമ്മുടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു സാധനമല്ല. അതൊരു കമ്പ്യൂട്ടർ പ്രോസസ്സർ പോലെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. യുവർ മൈൻഡ് ഹാസ് ദി എബിലിറ്റി ടു, ഈ ഇൻപുട്ട് ശരിയാണ്, ഇൻപുട്ട് അകത്തേക്ക് വരും. ബിഹേവിയർസ് പറയുന്ന പോലെ ലോട്ട് ഓഫ് ലാംഗ്വേജ് ഇൻപുട്ട് എടുക്കാം. പക്ഷെ ഈ ഇൻപുട്ട് അങ്ങനെയല്ല സ്റ്റോർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഹിയർ മേ ബി 100 സെന്റൻസസ് എവറി ഡേ, അല്ലെങ്കിൽ ഇൻ മൈ കൈൻഡ് ഓഫ് വർക്ക്, ഞാൻ കൂടുതൽ അങ്ങോട്ട് സംസാരിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. അപ്പൊ കൊളീഗ്സ് ഒക്കെ സംസാരിക്കുന്നതെന്നോ, കുട്ടികൾ ഫോൺ ചെയ്തിട്ട് പറയുന്നതെന്നോ, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് പറയുന്നതെന്നോ ഒരു 100 സെന്റൻസുകൾ എന്റെ മനസ്സിലേക്ക് വരും. അപ്പൊ ഈ ലാംഗ്വേജ് പഠിക്കാൻ ശ്രമിക്കുന്ന ആളുടെ മനസ്സിലേക്ക് ഇതുപോലെ സെന്റൻസുകളാണ് വരുന്നത്. And the behaviorists would say that the person will organize these sentences in the brain, and when they need, they will use one sentence for their need. പക്ഷെ അങ്ങനെയല്ല. എന്റെ മനസ്സിലേക്ക് വരുന്ന ഇൻപുട്ട് അത് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയല്ല ചെയ്യുന്നത്. ഇറ്റ് ഇസ് ബ്രോക്കൺ ഇൻ ടു ഡിഫറെന്റ് പീസസ് ആൻഡ് ഇറ്റ് ഇസ് സ്റ്റോർഡ് ദെയർ. അപ്പൊ എന്റെ ഈ ലാംഗ്വേജ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കേട്ട ഒരു സെന്റൻസ് അങ്ങനെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യല്ല ചെയ്യുന്നത്. എന്റെ മനസ്സിൽ പതിയുന്നത് ആ സെന്റൻസുകളല്ല, ആ സെന്റൻസുകളുടെ അകത്തുള്ള ഒരു ലോജിക്കാണ് എന്റെ മനസ്സിൽ പതിയുന്നത്. അതിനുള്ള അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓർഡറും കാര്യങ്ങളാണ് പതിയുന്നത്. അപ്പൊ ഐ മേ പ്രൊഡ്യൂസ് എ സെന്റൻസ് വിച്ച് ഐ ഹാവ് ആക്ച്വലി നെവർ ഹേർഡ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുട്ടി ബിഹേവിയർസും അനുസരിച്ച് ഒരു കുട്ടിക്ക് അവൻ കേട്ടിട്ടുള്ള അല്ലാതെ ഒരു സെന്റൻസും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദ ചൈൽഡ് ഡസ് ദാറ്റ്. അവന്റെ പ്രത്യേക തനതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കുട്ടി പറഞ്ഞു, ഇതുവരെ ആരും അവനോട് പറയാത്ത ഒരു സെന്റൻസ് അവൻ പറയും. ബിക്കോസ് യുവർ ബ്രെയിൻ ഈസ് നോട്ട് എ ബ്ലാങ്ക് തിങ്, യു ഹാവ് ദി കേപ്പബിലിറ്റി ഓഫ് ലാംഗ്വേജ് ആണ്. നമ്മൾ കഴിഞ്ഞ സെമസ്റ്റർ പഠിച്ചാണ്, ദാറ്റ് ഇസ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നൊരു സാധനം നമ്മുടെ ബ്രെയിനിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കിട്ടുന്ന ഇൻഫർമേഷനെ മുറിച്ച് പീസസ് ആക്കി റീഅറേഞ്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് ആണ് കോഗ്നിറ്റിവിസ്റ്റ് പറഞ്ഞത്. ഇതിന് അടുത്ത സ്റ്റേജിലുള്ള കൺസ്ട്രക്റ്റിവിസം വരുമ്പോഴാണ് ഏറ്റവും പെർഫെക്റ്റ് ആകുന്നത്. Constructivists bring in your other experiences as well. Lived experiences, നമ്മുടെ ജീവിത അനുഭവങ്ങൾ, ഹാബിറ്റ് ബിഹേവിയറിസ്റ്റിന്റെ ആസ്പെക്റ്റും അടുത്ത കോഗ്നിറ്റിവിസ്റ്റിന്റെ അനാലിസിസും, ആൻഡ് റിലേറ്റിംഗ് ദാറ്റ് യുവർ എവറിഡേ ലൈഫ് ആൻഡ് യുവർ എക്സ്പീരിയൻസ്. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ലാംഗ്വേജ് ഈസ് കൺസ്ട്രക്റ്റഡ്, ലാംഗ്വേജ് ലേണിംഗ് ഈസ് എ കൈൻഡ് ഓഫ് കൺസ്ട്രക്ഷൻ എന്നാണ് പറയുന്നത്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആരും നമ്മുടെ ഹൃദയം കണ്ടിട്ടില്ല. നമ്മുടെ നെഞ്ചിനകത്ത് നമ്മുടെ തൊറാസിക് ചേമ്പറിനകത്ത് ഹൃദയവും ലങ്സും പിന്നെ കുറെ കുഴലുകളും ഒക്കെ ഉണ്ട്. ഈ സാധനങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ ഏതൊരു ധാരണയുണ്ട് നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കും, അതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പൊ എന്റെ ഹൃദയം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്
അല്ലെങ്കിൽ എന്റെ അബ്ഡോമിനൽ ചേമ്പറിനകത്ത് ഇൻഡസ്റ്റൈൻസും മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നതിനെ കുറിച്ചും ഒക്കെ നമുക്കൊരു ധാരണയുണ്ട്. നമ്മുടെ കാലിന്റെ ഉള്ളിലുള്ള അസ്ഥി എങ്ങനെയാണ് ഇരിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് ഇരിക്കുന്നതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണയുണ്ട്. അത് കറക്റ്റേ ആവണമെന്നില്ല. ആക്ച്വലായിട്ട് നമ്മുടെ തലച്ചോറ് തുറന്ന് മുമ്പ് വെച്ചാൽ നമ്മൾ പേടിച്ച് അവിടെ നിന്ന് ഓടും. ഇങ്ങനെ ഓടാൻ പറ്റുമോ എനിക്കറിഞ്ഞില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് ഈ ധാരണ ഉള്ളത്? ഈ ധാരണ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്തത്. ബ്രെയിൻ എന്നുള്ള ഒരു കൺസ്ട്രക്ട് നമ്മൾ ഒരു പക്ഷേ ഒരു കൂടുതൽ അറവശാലയിലെ ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ മസ്തിഷ്കം കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ അവയവങ്ങൾ, കാരണം നമ്മുടെ മനുഷ്യന്റെ ഹൃദയം നമ്മൾ നേരിട്ടധികം കാണാറില്ല എക്സെപ്റ്റ് ത്രൂ പിക്ചേഴ്സ്. ആ പിക്ചേഴ്സും പലപ്പോഴും ഇംപെർഫെക്റ്റ് ആണ്. റിയൽ ലൈഫിൽ നമ്മൾ കാണാൻ സാധ്യതയുള്ള ആന്തരിക അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ